സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. 30 ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ നേരത്തെ പരിചയപ്പെടുത്തി, എൻ്റെ പേര് ഫാസിലാണ്. ഞാൻ ഐഫറിന്റെ ചീഫ് അക്കാഡമിക് ഓഫീസറാണ്. ഐഫറിൽ 4 വർഷത്തോളമായി വർക്ക് ചെയ്യുന്നു. ചിലപ്പോൾ നിങ്ങൾ എന്നെ കണ്ടിട്ടുണ്ടാകും യൂട്യൂബിലൊക്കെ. പേപ്പർ 1ന്റെ ഒരുപാട് ക്ലാസ്സുകൾ മാരത്തോൺ ആയിട്ടും അല്ലാതെയും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ചിലപ്പോൾ നിങ്ങൾ എന്നെ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ടാകും. യൂട്യൂബ് ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ എൻ്റെ വീട് ഇവിടെ കോഴിക്കോട് തന്നെയാണ്, ഐഫറിന്റെ ഓഫീസിന്റെ അടുത്ത് തന്നെയാണ്. സോ ഞാൻ കൊമേഴ്സ് ആണ് എൻ്റെ ബാക്ക്ഗ്രൗണ്ട്. അപ്പം അതുകൊണ്ടാണ് കൊമേഴ്സിന്റെ വെബിനാറിൽ വന്നിട്ടുള്ളത്. അപ്പം നമുക്ക് കൊമേഴ്സിൽ എങ്ങനെ നെറ്റ് നേടാം എന്നുള്ളതിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം എന്ന് കരുതുന്നു. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവരും കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ടിൽ തന്നെയുള്ള ആളുകളാണ് എന്ന് തന്നെ കരുതുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു ഇത്തവണത്തെ നിങ്ങളുടെ ഒരു എക്സാം? എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് പറയാമോ? ഐ മീൻ, നല്ല ടഫ് ആയിരുന്നോ, ഈസി ആയിരുന്നോ, ജസ്റ്റ് മിസ് ആയിരുന്നോ? ഇനി എക്സാം എഴുതിയിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളതൊന്ന് കമന്റ് ബോക്സിൽ ഒന്ന് പറയാമോ? എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്യണേ. ഒറ്റ സെക്കൻഡ് കേട്ടോ, നിങ്ങളൊന്ന് കമന്റ് ചെയ്തോളി. ഞാൻ ഒരു 10. ഓക്കെ, ഇപ്പം ഒന്നുകൂടെ ട്രൈ ചെയ്താൽ കിട്ടുമായിരുന്നു. മാനേജ്മെന്റ് ജസ്റ്റ് മിസ്സായി എന്നുള്ളതാണ്. ഓക്കെ, എക്സാം എഴുതാത്ത ആളുകളുണ്ടോ? എക്സാം എഴുതാത്ത ആളുകളുണ്ടോ? ഓക്കെ ഓക്കെ, അപ്പം നമ്മുടെയൊക്കെ ഒരു ഓക്കെ ഫൈൻ. ഇത്തവണത്തേത് എഴുതിയിട്ടില്ല, അപ്പൊ എഴുതാത്ത ആളുകളൊക്കെ ഉണ്ട്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം എല്ലാവരും എല്ലാവരും ഈ വരുന്ന നെറ്റ് എക്സാം എഴുതണം എന്ന് ആഗ്രഹിക്കുന്നവർ തന്നെയല്ലേ? എല്ലാവരും ഈ വരുന്ന തവണ നെറ്റ് എക്സാം എഴുതണം എന്ന് ആഗ്രഹിക്കുന്നവരല്ലേ? ഓക്കെ ഓക്കെ, ഫൈൻ ഫൈൻ. അപ്പം എല്ലാവർക്കും ഈ വരുന്ന തവണ നെറ്റ് എക്സാം എഴുതണം എന്നുള്ളതാണ് ആഗ്രഹം. അപ്പം നെറ്റ് എക്സാം ജസ്റ്റ് എഴുതണം എന്നുള്ളത് മാത്രമാണോ, അതല്ല അത് ക്വാളിഫൈ ചെയ്യണം എന്നുള്ളത് കൂടി നമ്മുടെ ആഗ്രഹമല്ലേ? ഈ വരുന്ന 2024 ജൂണിലെ ടേമോട് കൂടിയിട്ട് ജയിക്കണം എന്നുള്ളതല്ലേ നമ്മുടെ ആഗ്രഹം, അല്ലെ? അങ്ങനെയുള്ള ആളുകൾക്കുള്ളതാണ് കേട്ടോ ഈ വെബിനാർ. ഓക്കെ, JRF കിട്ടണം എന്നുള്ളതാണ്, അല്ലെങ്കിൽ നെറ്റ് കിട്ടണം എന്നുള്ളതാണ്. സോ നമ്മൾ ഈ ഒരു വെബിനാർ ജസ്റ്റ് 2024 ജൂണിൽ പോയിട്ട് നെറ്റ് എക്സാം എഴുതണം എന്ന് ആഗ്രഹിക്കുന്നവർക്കുള്ളതല്ല, മറിച്ച് ഈ വരുന്ന 2024 ജൂണിലെ നെറ്റ് എക്സാമിൽ കൊമേഴ്സിൽ JRF ക്രാക്ക് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള വെബിനാറാണ് ഇത് ഇപ്പോൾ നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ്. സോ നമ്മൾ ഇതിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് ഐഫർ കോഴ്സ് ഫീച്ചേഴ്സ് ഇത്രയും വലിയ റിസൾട്ട് കിട്ടുവാൻ വേണ്ടിയിട്ട് ഐഫർ ഫോളോ ചെയ്യുന്ന പ്രിപ്പറേഷൻ സ്ട്രാറ്റജീസ് എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു സെഷനിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, മനസ്സിലാക്കേണ്ടത്. സോ ആർക്കെങ്കിലും വോയിസ് ഒക്കെ ബ്രേക്ക് ആവുന്നുണ്ടെങ്കിൽ ഒന്ന് ചാറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി. സോ നമുക്ക് അറിയാം, ഇത്തവണ ഐഫറിന്റെ റിസൾട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. നമ്മൾ പോലും ഒരു അക്കാഡമിക് ഹെഡ് എന്നുള്ള നിലയിൽ ഞാൻ പോലും പ്രതീക്ഷിക്കാത്ത വലിയ ഒരു റിസൾട്ടാണ് നമുക്ക് ഉണ്ടായിട്ടുള്ളത്. നമ്മൾ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ നമ്മളെ റിസൾട്ട് ഡേയുമായി ബന്ധപ്പെട്ട യൂട്യൂബ് വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ടാകും. വലിയൊരു ടീം തന്നെ ഐഫറിൽ വർക്ക് ചെയ്തിട്ടുണ്ട് ഈ ഒരു റിസൾട്ടിനും വേണ്ടിയിട്ട്. ഇപ്പൊ നമ്മുടെ ഒരു ഹാർഡ് വർക്കിന്റെയും, നമ്മുടേത് എന്നല്ല, ഫസ്റ്റ് ഓഫ് ഓൾ സ്റ്റുഡൻസിന്റെ ഹാർഡ് വർക്കിന്റെ, അവരെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള
മെന്റേഴ്സിന്റെ സബ്ജക്ട് മെന്റേഴ്സിന്റെ ഒരു ഹാർഡ് വർക്കിന്റെ, ഏറ്റവും നല്ല ക്ലാസ് കൊടുത്തിട്ടുള്ള ഫാക്കൽറ്റീസിന്റെ ഒരു ഹാർഡ് വർക്കിന്റെ, ചീഫ് മെന്റർ ആയിട്ടുള്ള അനീസ് സാറിന്റെ ഒരു ഹാർഡ് വർക്കിന്റെ, മൊത്തത്തിൽ നമ്മുടെ എല്ലാവരുടെയും ഹാർഡ് വർക്കിന്റെ ഒരു റിസൾട്ട് ആണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള ഇത്രയും വലിയ 486 നെറ്റ് 46 JRF എന്നുള്ള ഒരു വലിയ റിസൾട്ട് എന്നുള്ളത് എന്ത് ചെയ്യണം, നമ്മൾ മനസ്സിലാക്കണം എന്നുള്ളതാണ്. സോ നമുക്ക് അടുത്തൊരു സ്ലൈഡിലേക്ക് പോവാം. സോ നമ്മളിപ്പോ ഈ ഒരു വെബിനാർ ഉദ്ദേശിച്ചിട്ടുള്ളത് ഐഫറിന്റെ മിഷൻ JRF ബാച്ചിലേക്കുള്ളതാണ്. ഇതുവരെ ആരെങ്കിലും മൈക്ക് അൺമ്യൂട്ട് ആവാത്തത് ഉണ്ടെങ്കിൽ ഒന്ന് സോറി മ്യൂട്ട് ആക്കണേ. ആരെങ്കിലും മ്യൂട്ട് ആക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് മ്യൂട്ട് ആക്കണം. ഓക്കെ ഫൈൻ. സോ ഐഫറിന്റെ മിഷൻ JRF ബാച്ച്, ഐഫറിന്റെ ഏറ്റവും പ്രീമിയം ബാച്ച് ആണ് ഐഫർ മിഷൻ JRF ബാച്ച് എന്നുള്ളത്. സോ അതിലേക്കുള്ള അതിനെ ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു വെബിനാർ ആണ്, അതിന്റെ ഒരു കോഴ്സ് ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള ഒരു വെബിനാർ ആണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, പിന്നെ ഇന്ന് ഉദ്ദേശിച്ചിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. സോ ആർക്കെങ്കിലും കമന്റ് ചെയ്യാനുണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ കമന്റ് ചെയ്യണം കേട്ടോ. ഞാൻ എല്ലാവരെയും ഒന്ന് മ്യൂട്ട് ചെയ്തിട്ടുണ്ട്. സോ ഐഫറിന്റെ മിഷൻ JRF ബാച്ച് എന്നുള്ളത് ഐഫറിന്റെ JRFനെ ഫോക്കസ് ചെയ്തിട്ടുള്ള നെറ്റ് റിസൾട്ട് ഒക്കെ വന്നിട്ട് ഏറ്റവും ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ബാച്ചാണ് മിഷൻ JRF ബാച്ച് എന്നുള്ളത്. സോ ഇതിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് JRF എന്നുള്ളത് മാത്രമാണ് ഇതിൽ ഫോക്കസ് ചെയ്യുന്നത്. കാരണം ഒരു JRF നേടാനുള്ള പിന്നെ അഡിക്കേറ്റ് ആയിട്ടുള്ള ഒരു ടൈം നമുക്ക് ഇപ്പോൾ ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ എന്നാണ് അടുത്തൊരു എക്സാം നടക്കുക എന്നുള്ളത് നമുക്കൊരു ഐഡിയ ഉണ്ടാവും അല്ലെ. എക്സാം ഏകദേശം ഒരു ജൂൺ 1-ന്റെയും 15-ന്റെയും ഇടയിലായിരിക്കും സാധാരണയായി നടക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഏകദേശം ഒരു 140ഓളം ദിവസം അല്ലെങ്കിൽ 139, ജൂൺ 1, ജൂൺ 15 എന്നാണോ നമ്മുടെ എക്സാം അതിനനുസരിച്ച് ഒരു മാറ്റം ഉണ്ടാവും. ഏകദേശം 140ഓളം ദിവസങ്ങളാണ് നമുക്കുള്ളത്. അപ്പം ഈ ദിവസം JRF കിട്ടുവാൻ ആപ്റ്റ് ആയിട്ടുള്ള ദിവസമാണ് എന്നുള്ളതാണ്. കാരണം നിങ്ങൾക്ക് എല്ലാവിധ റിസോഴ്സും കിട്ടിക്കഴിഞ്ഞാൽ, എല്ലാവിധ റിസോഴ്സും അവൈലബിൾ ആണെങ്കിൽ JRF നേടാനുള്ള ആപ്റ്റ് ആയിട്ടുള്ള ഒരു ദിവസമാണ് 150 ദിവസങ്ങൾ എന്നുള്ളത്. ഞാനിത് പറയാനുള്ള കാരണം കഴിഞ്ഞ തവണ നമ്മൾ ഇതുപോലെ 150 ദിവസങ്ങൾ എക്സാമിനുള്ള സമയത്ത് മിഷൻ JRF ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ആ മിഷൻ JRF ബാച്ചിൽ നിന്ന് നമുക്ക് കൊമേഴ്സിൽ തന്നെ 35 നെറ്റ് അതുപോലെ തന്നെ 5 JRF കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. 35 നെറ്റും 5 JRF നമ്മുടെ മിഷൻ JRF ബാച്ചിൽ ഇത്തവണത്തെ റിസൾട്ട് ആണ് കേട്ടോ. ഞാൻ കഴിഞ്ഞ തവണത്തതോ അതിന് മുമ്പത്തെ തവണത്തതോ മാത്രമല്ല, ഇത്തവണത്തെ കൊമേഴ്സിലെ മിഷൻ JRF ബാച്ചിലെ റിസൾട്ട് ആണ് 35 നെറ്റ് 5 JRF എന്നുള്ളത്. ഇനി നമ്മുടെ ക്രാഷ് ബാച്ചുകളും അതുപോലെ തന്നെ ഫാസ്റ്റ് ട്രാക്ക് ബാച്ചും, ഇനി തൊട്ടു മുമ്പ് കഴിഞ്ഞ തവണ നമ്മുടെ കൂടെ പഠിച്ചിട്ടുണ്ടായിരുന്ന അലുമിനി ബാച്ചിന്റെ ഒക്കെ റിസൾട്ട് എടുത്ത് ടോട്ടലി ഐഫറിന്റെ റിസൾട്ട് എടുത്ത് നോക്കി കഴിഞ്ഞാൽ, ഐഫറിന്റെ സ്റ്റഡി മെറ്റീരിയൽസ് പഠിച്ചിട്ടുള്ള, ഐഫറിന്റെ വീഡിയോ സെൻസ് കണ്ടിട്ടുള്ള, ഐഫറിന്റെ മെന്റർഷിപ്പ് നേടിയിട്ടുള്ള കുട്ടികളുടെ ടോട്ടൽ റിസൾട്ട് എടുത്ത് നോക്കി കഴിഞ്ഞാൽ കൊമേഴ്സിൽ മാത്രം നമുക്ക് 70 നെറ്റും അതുപോലെ തന്നെ 7 JRF ഉണ്ട് കേട്ടോ. കൊമേഴ്സിൽ തന്നെ മാത്രം 70 നെറ്റും 7 JRF ഉണ്ട്. ഇത് ടോട്ടൽ ഐഫറിന്റെ റിസൾട്ട് അല്ല, കൊമേഴ്സിലെ ഇന്നലെ മെഞ്ഞാന്ന് വന്നിട്ടുള്ള റിസൾട്ടിൽ കൊമേഴ്സിലെ ഐഫറിന്റെ റിസൾട്ട് ആണ് 70 നെറ്റും 7 JRF-ഉം. അപ്പൊ ഇത് ഐഫർ ഒരു കാര്യം സോഷ്യൽ പ്രൂഫ് ഇല്ലാതെ പറയില്ല കേട്ടോ. ഐഫർ വെറുതെ ആളുകൾ അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ഫേക്ക് പിച്ച് ഒന്നും ചെയ്യില്ല. അപ്പം നിങ്ങൾക്ക് നമ്മുടെ യൂട്യൂബ് ചാനൽ ജസ്റ്റ് ഒന്ന്, നിങ്ങൾ ഐഫറിന്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ കയറിയിട്ടില്ലെങ്കിൽ, ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഐഫറിന്റെ യൂട്യൂബ് ചാനൽ നോക്കി കഴിഞ്ഞാൽ റിസൾട്ടിൽ ലൈവായിട്ട് തന്നെ നമ്മുടെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ 5 തവണകളിലായിട്ട് റിസൾട്ട് ഡേ അന്ന് ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ഐഫറിന്റെ ആഘോഷവും ടീമിന്റെ സന്തോഷവും ഒക്കെ. അപ്പൊ അതൊക്കെ ഒന്ന് കാണുക. ഇനി വരും ദിവസങ്ങളിൽ എന്താവെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ഒക്കെ പോസ്റ്റർ ഇറങ്ങും കേട്ടോ. ഓക്കെ, ഇനിയും സംശയമുള്ള ആളുകളാണെങ്കിൽ പിന്നെ ഈ 70 നെറ്റുള്ള ആളുകളുടെ, കൊമേഴ്സിൽ നെറ്റ് നേടിയിട്ടുള്ള ആളുകളുടെ പോസ്റ്റർ ഇറങ്ങും കേട്ടോ. ഫോട്ടോ വെച്ചിട്ടുള്ള പോസ്റ്റേഴ്സ് ഇറങ്ങും. അതുപോലെ തന്നെ JRF നേടിയിട്ടുള്ള ആളുകളുടെ പോസ്റ്റേഴ്സ് ഇറങ്ങും, അവരുടെ വീഡിയോസ് ഇറങ്ങും, അവരുടെ ടെസ്റ്റിമോണിയൽസ് ഒക്കെ എന്ത് ചെയ്യും, ഇറങ്ങും എന്നുള്ളതാണ്. സോ അതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. സോ അപ്പോൾ ഇത്രയും വലിയൊരു റിസൾട്ട് പിന്നെ നമുക്ക് ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ ഒരു വെബിനാറിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്
എങ്ങനെ നമുക്ക് ഇത്രയും റിസൾട്ട് ഉണ്ടായി എന്നുള്ളതാണ്. അപ്പം എങ്ങനെ ഐഫറിൽ കൊമേഴ്സിന് മാത്രം 70 നെറ്റും 7 JRFും ഉണ്ടായി എന്നുള്ളത്, അതിന് നമ്മൾ എന്താണ് ചെയ്തിട്ടുള്ളത്, ഇനി നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത്, ഇതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ പിന്നെ വെബിനാറിൽ നമ്മൾ എന്ത് ചെയ്യുന്നത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ്. സോ നമുക്കറിയാം, നമ്മൾ നേരത്തെ തുടക്കത്തിൽ തീരുമാനിച്ചിട്ടുണ്ട്, നമ്മൾ എന്തായാലും തുടക്കത്തിൽ തീരുമാനിച്ചിട്ടുള്ളത് ഇത്തവണ നെറ്റ് എഴുതാൻ പോകുന്നുണ്ട് എന്നുള്ളതല്ല, 2024 ജൂണിലെ നെറ്റ് എഴുതാൻ പോകുന്നുണ്ട് എന്നുള്ളതല്ല, അത് വിജയിക്കാൻ പോകുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ എപ്പോൾ നമ്മൾ പഠനം തുടങ്ങണം, ഓക്കെ, എപ്പോൾ നമ്മൾ പഠനം സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ ഒരു ചൈനീസ് പ്രോവർബ് ഉണ്ട്, നിങ്ങൾ ഒരുപാട് തവണ കേട്ടിട്ടുണ്ടാകും, ചിലപ്പോൾ നിങ്ങൾ ക്ലാസ്സുകളിലെ സ്റ്റുഡൻസിനോടൊക്കെ പറഞ്ഞിട്ടുള്ളതായിരിക്കും. അതിനു മുമ്പായിട്ട് ജസ്റ്റ് ഒന്ന് നിങ്ങൾ ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുകയാണോ, സ്റ്റുഡൻ്റ് ആണോ, ടീച്ചേഴ്സ് ആണോ, അല്ലെ വർക്ക് ചെയ്യുന്ന എംപ്ലോയി ആണോ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യോ. എത്രത്തോളം ആളുകൾ ഇപ്പോഴും PG പഠിക്കുന്ന ആളുകളുണ്ട്. PG സ്റ്റുഡൻ്റ് ആണെങ്കിൽ സ്റ്റുഡൻ്റ് ആണ്, PG കഴിഞ്ഞിട്ടുള്ള ആളുകളാണെങ്കിൽ PG കഴിഞ്ഞു, ടീച്ചർ ആണെങ്കിൽ ടീച്ചർ ആണ് എന്നുള്ളതൊന്ന് കമന്റ് ചെയ്യാൻ പറ്റുമോ? ഓക്കെ, PG കഴിഞ്ഞു, ടീച്ചർ ആണ്. യെസ്, ഓക്കെ. ഓക്കെ, ഫൈൻ. അപ്പോൾ ഒരുപാട് ആളുകൾ PG ചെയ്യുന്നവരുണ്ട്, ടീച്ചേഴ്സ് ആയിട്ടുള്ള ആളുകളുണ്ട്, ഹൗസ് വൈഫ് ആയിട്ടുള്ള ആളുകളുണ്ട്. സോ PG കഴിഞ്ഞു, ഗസ്റ്റ് ലെക്ചർ ആണ്. ഓക്കെ, സോ നിങ്ങൾ ഇപ്പം ടീച്ചേഴ്സ് ഒക്കെ ആയിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ സ്റ്റുഡൻസ് തന്നെ നമ്മൾ പല മോട്ടിവേഷൻ ക്ലാസ്സുകളൊക്കെ എടുക്കുമ്പോൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു കോട്ടാണിത്. എന്താണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്? ഒരു ചൈനീസ് പഴമൊഴിയാണ്. അതിൽ പറഞ്ഞിട്ടുള്ളത്, ഒരു മരം നടുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ചെടി നടുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ടൈം എന്നുള്ളത് ഒരു 20 വർഷം മുമ്പാണ്, അല്ലെ? ഒരു 20 years ആകും, 20 വർഷം മുമ്പാണ്. കാരണം ഇപ്പോൾ അത് നല്ല മരമായിട്ടുണ്ടാകും, അത് നല്ല തണൽ തരും, അത് ഫലങ്ങൾ തരും എന്നുള്ളത്. ഇനി അതല്ല, നമ്മൾ അങ്ങനെ ഒരു 20 വർഷം മുമ്പ് ഒരു മരം നട്ടിട്ടില്ല. അങ്ങനെ സെക്കൻഡ് ബെസ്റ്റ് ടൈം എപ്പോഴാണ്? ആ സെക്കൻഡ് ബെസ്റ്റ് ടൈം എന്നുള്ളത് ഇപ്പോഴാണ് എന്നുള്ളതാണ്, അല്ലെ? ആ സെക്കൻഡ് ബെസ്റ്റ് ടൈം എന്നുള്ളത് ഇപ്പോഴാണ് എന്നുള്ളതാണ്. അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമുക്ക് പ്രിപ്പറേഷൻ ആണ്, നമുക്ക് ജൂണിൽ നെറ്റ് നേടണം എന്നുള്ളതാണ്. അപ്പൊ നെറ്റ് നേടാൻ അതിന്റെ പഠനം സ്റ്റാർട്ട് ചെയ്യാനുള്ള ഏറ്റവും ബെസ്റ്റ് ടൈം ഏതാണ്? ഏറ്റവും ബെസ്റ്റ് ടൈം ഏതാണ് നെറ്റ് പഠിക്കാനുള്ള? അത് കുറെ മുമ്പായിരുന്നു. നമ്മൾ PGക്ക് ജോയിൻ ചെയ്യുന്ന സമയത്ത് തന്നെ, അല്ലെങ്കിൽ ഡിഗ്രി ഫൈനൽ ഇയർ ആവുന്ന സമയത്ത് തന്നെ നമ്മൾ എന്ത് ചെയ്യണമായിരുന്നു? നെറ്റിന് വേണ്ടി ഫോക്കസ് ചെയ്ത് പഠിക്കണമായിരുന്നു. അല്ലെ, ഡിഗ്രിക്ക് ജോയിൻ ചെയ്യുന്ന സമയത്ത് തന്നെ നെറ്റ് എഴുതാനുണ്ട്, അപ്പോൾ അത് എഴുതണമെങ്കിൽ ഈ രീതിയിൽ കോൺസെപ്റ്റുകൾ ഇപ്പോഴേ മനസ്സിലാക്കണം, അതിന്റെ ഫോളോ അപ്പ് ചെയ്യണം, നെറ്റ് എക്സാമിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് നോക്കണം, എന്നിട്ട് എങ്ങനെ കോൺസെപ്റ്റ് മനസ്സിലാക്കണം എന്നുള്ളതൊക്കെ കരുതിയിട്ട് നമ്മൾ ഡിഗ്രിക്കേ പഠനം തുടങ്ങണമായിരുന്നു, അല്ലെങ്കിൽ PG ഫസ്റ്റ് സെമസ്റ്ററിലെ നമ്മൾ പഠനം തുടങ്ങണമായിരുന്നു. ഇനി ഇതുവരെ നമ്മൾ നമുക്ക് അന്ന് ചിലപ്പോൾ നെറ്റിനെ കുറിച്ച് പോലും ഐഡിയ ഉണ്ടാവില്ല. ഡിഗ്രിക്കോ PGക്കോ ഒക്കെ പഠിക്കുമ്പോൾ അക്കൗണ്ടിങ് ജോബിന് പോകണോ, അതല്ല സാപ്പ് ഒക്കെ പഠിച്ചിട്ട് ഗൾഫിലേക്ക് പോകണോ, ഇനി അതല്ല ഷെയർ മാർക്കറ്റ്, സ്റ്റോക്ക് മാർക്കറ്റ് ഒക്കെ റിലേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യണോ എന്നുള്ളതൊന്നും നമ്മൾക്ക് തീരുമാനിച്ചിട്ടുണ്ടാവില്ല. ഓക്കെ, സോ ഇനി ഇപ്പോൾ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു തീരുമാനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മുമ്പ് നമുക്ക് ഏതായാലും പഠിക്കാൻ കഴിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ നെറ്റിനെ ഫോക്കസ് ചെയ്ത് പഠിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് കരുതി നിരാശരാവുകയല്ല വേണ്ടത്. സെക്കൻഡ് ബെസ്റ്റ് ടൈം എന്നുള്ളത് ഇന്ന് പഠനം തുടങ്ങുക എന്നുള്ളതാണ്, ഇപ്പോൾ പഠനം തുടങ്ങുക എന്നുള്ളതാണ്. 2024 ഞാൻ കൊമേഴ്സിൽ JRF നേടും, അല്ലെങ്കിൽ നെറ്റ് നേടും എന്ന് ദൃഢനിശ്ചയം എടുത്ത് ഉറച്ച തീരുമാനം എടുത്തിട്ട് ഇന്ന് പഠനം തുടങ്ങുക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ഒരുമിച്ച് പഠനം തുടങ്ങുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഈ ക്ലാസ് കഴിഞ്ഞ് ഉടനെ ഏതെങ്കിലും ഒരു ടോപ്പിക് വായിച്ചുകൊണ്ട് പഠിച്ചുകൊണ്ട് പഠനം തുടങ്ങുക എന്നുള്ളതാണ്. സോ ഇതിനു മുമ്പ് നമ്മൾ എത്രത്തോളം പഠിച്ചു എന്നുള്ളതോ, ഇതിനു മുമ്പ് നമ്മൾ പഠിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതോ ഒന്നുമല്ല, മറിച്ച് ഇപ്പോൾ നമ്മൾ പഠനം സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്. സോ ഏറ്റവും സെക്കൻഡ് ബെസ്റ്റ് ടൈം ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് ഈ നിമിഷം മുതൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, 2024 ജൂണിലെ JRF നേടുവാനുള്ള അതിന് ഫോക്കസ് ചെയ്തിട്ട് പഠനം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കേണ്ടതുണ്ട്. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ഏറ്റവും ബെസ്റ്റ് ടൈം എന്നുള്ളത്. സോ അങ്ങനെ നമ്മൾ ഉറച്ച തീരുമാനം എടുത്തിട്ട് ഇപ്പോൾ തന്നെ പഠനം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, ശ്രമിക്കുക എന്നുള്ളതാണ്. ഞാൻ കുറച്ച് ഫെയിലറിന്റെ കുറച്ച് റീസൺസ് ഞാൻ പറയാം. ഫെയിലറിന്റെ കുറച്ച് റീസൺസ്. ഓക്കെ, ഒരുപാട് റീസൺസ് ഉണ്ടാകും.
നമ്മൾ പരീക്ഷയിൽ ഫെയിൽ ആവാൻ ഒരുപാട് റീസൺസ് നമുക്ക് ഉണ്ടാവും. സോ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് റീസൺസ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഒന്ന് ഒരു സിലബസ് ഫാക്ടർ എന്നുള്ളതാണ്. സോ സിലബസ് ഫാക്ടർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ സിലബസ് കംപ്ലീറ്റ് കവർ ചെയ്യാതെ പോകും, സിലബസ് കംപ്ലീറ്റ് പഠിക്കാതെ പോകും. ഓക്കെ, ഇപ്പൊ നമ്മളോട് പലരും പറഞ്ഞിട്ടുണ്ടാകും കൊമേഴ്സിൽ ഇതാണ്, ഫോർ എക്സാമ്പിൾ അക്കൗണ്ടിങ്ങും അതുപോലെ തന്നെ മാനേജ്മെന്റുമാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്, അല്ലെങ്കിൽ അക്കൗണ്ടിങ്ങും ബിസിനസ് ഫിനാൻസുമാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്, അത് മാത്രം പഠിച്ചു പോയാൽ ചിലപ്പോൾ നെറ്റ് കിട്ടും എന്നുള്ളത്. അല്ലെങ്കിൽ നമ്മളോട് പറഞ്ഞിട്ടുണ്ടാകും ബിസിനസ് ഫിനാൻസിൽ ഡിവിഡൻഡ് ആണ് ഇമ്പോർട്ടന്റ്, അക്കൗണ്ടിങ്ങിൽ അതിന്റെ പ്രിൻസിപ്പിൾസ് ഓഫ് അക്കൗണ്ടിങ് ആണ് ഇമ്പോർട്ടന്റ്, അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സിൽ എഫ് ടെസ്റ്റ്, സെഡ് ടെസ്റ്റ്, ചൈ സ്കോർ ടെസ്റ്റ് അതാണ് ഇമ്പോർട്ടന്റ്, അതല്ലെങ്കിൽ എക്കണോമിക്സിൽ ഇമ്പോർട്ടന്റ് ലോ ഓഫ് ഡിമാൻഡ് ആണ്. ഇങ്ങനെ കുറച്ച് പറഞ്ഞു തന്നിട്ടുണ്ടാവും അല്ലേ. അപ്പൊ ഇത് മാത്രം നമ്മൾ പഠിച്ചു പോകും. ഇപ്പോ സത്യത്തിൽ അങ്ങനെയല്ല. ഇപ്പൊ കൊമേഴ്സിന്റെ ഒക്കെ കഴിഞ്ഞ 2-3 തവണത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും, നമുക്ക് ഏതെങ്കിലും ഒരു സബ്ജക്റ്റിലെ ഈ ഒരു ടോപ്പിക്കാണ് കൂടുതൽ ഇമ്പോർട്ടന്റ് എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം എല്ലാ സ്ഥലത്തും ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഇപ്പൊ കഴിഞ്ഞ തവണ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും, അതാണ് ഇമ്പോർട്ടന്റ് എന്ന് കരുതിയിട്ട് പഠിക്കാൻ പോകും. ഇപ്പൊ 2022 ജൂണിലെ ക്വസ്റ്റ്യൻ നോക്കിയിട്ട് അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്, ആ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ള ഒരു ഏരിയയിൽ നിന്ന് അതാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് എന്ന് കരുതി നമ്മൾ എന്ത് ചെയ്യും, അത് പഠിക്കും. പക്ഷെ 2022 ഡിസംബറിൽ എന്ത് ചെയ്യും, അവിടുന്ന് ചോദിക്കാതെ മറ്റു ടോപ്പിക്കിൽ നിന്ന് ചോദിക്കും. ചിലപ്പോൾ നമ്മൾ ഹൈലി ഇമ്പോർട്ടന്റ് ആണ് എന്ന് പറഞ്ഞിട്ടുള്ള ഏരിയയിൽ നിന്ന് ചിലപ്പോൾ ക്വസ്റ്റ്യൻ വരൂല. ചിലപ്പോൾ നമ്മൾ തീരെ ഇറലവന്റ് ആണ് എന്ന് പറഞ്ഞിട്ട് പിന്നെ തീരെ ഇറലവന്റ് ആണ് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കണ്ടുവരുന്നുണ്ട്. ഓക്കെ, ഇപ്പം ഒരുപാട് ആളുകൾ ചാറ്റ് ചെയ്യുന്നുണ്ട്, നമുക്ക് അവസാനം എല്ലാ ചാറ്റിനും നമുക്ക് റിപ്ലൈ നൽകാം. സോ അപ്പോൾ എന്താണ് നമ്മൾ പഠിക്കേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സിലബസ് നമ്മൾ കംപ്ലീറ്റ് പഠിക്കണം എന്നുള്ളതാണ്. നമ്മൾ JRF ആണ് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ സിലബസ് എന്ത് ചെയ്യണം, കംപ്ലീറ്റ് പഠിക്കണം. കാരണം JRFനെ സംബന്ധിച്ചിടത്തോളം ഒരു ക്വസ്റ്റ്യൻ പോലും നമുക്ക് മിസ്സാക്കാൻ പറ്റൂല. ഓക്കെ, അപ്പം ഏത് ഏരിയയിൽ നിന്നും, സിലബസിൽ പറഞ്ഞിട്ടുള്ള ഏത് ഏരിയയിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരാമെന്നുള്ളതാണ്. രണ്ടാമതൊരു ആസ്പെക്ട് സിലബസിലുള്ളത് കംപ്ലീറ്റ് പഠിച്ചാൽ മതിയോ എന്നുള്ളതാണ്. NTA തന്നിട്ടുള്ള സിലബസിലുള്ളത് കംപ്ലീറ്റ് പഠിച്ചാൽ മതിയോ എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെയല്ല എന്നുള്ളതാണ്. കാരണം സിലബസ് മാറും എന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ എന്ന് മാറും എന്ന് പറഞ്ഞിട്ടില്ല. ചിലപ്പോൾ ഈ ടേമിൽ എക്സാമിന് മാറും, ചിലപ്പോൾ അടുത്ത ടേമിലായിരിക്കും മാറുക. ഇനി മാറുന്നത് തന്നെ മൈനസ് മാർക്ക് വരികയാണോ ചെയ്യുക, അല്ലെങ്കിൽ ടോപ്പിക്സ് തന്നെ കംപ്ലീറ്റ് മാറുമോ എന്നുള്ളതും അറിയില്ല. കാരണം ഇപ്പൊ അക്കൗണ്ടിങ്ങിന്റെ ടോപ്പിക്സ് ഒന്നും മാറാനില്ല, അതിലെന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യാനുള്ളൂ. ഡെബിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നും അത് തന്നെയാണ് ഡെബിറ്റിന്റെ റൂള്. ക്രെഡിറ്റിന്റെ റൂള് എന്നുള്ളത് മുമ്പ് നമ്മൾ പഠിച്ചിട്ടുള്ള അതേ റൂൾ തന്നെയാണ്, അതൊന്നും മാറ്റാനൊന്നും പറ്റില്ല. ചിലപ്പം ഏതെങ്കിലും ഏരിയാസ് ചിലപ്പോൾ എന്ത് ചെയ്യും, ആഡ് ചെയ്യപ്പെടാം. അല്ലാതെ ലോ ഓഫ് ഡിമാൻഡ് എന്നുള്ളത് മാറൂല. ലോ ഓഫ് ഡിമാൻഡിന്റെ തിയറി ഇതെല്ലാം വേറൊന്നാണ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യില്ല, സിലബസ് മാറൂല. പക്ഷെ നിലവിലുള്ളതിന്റെ കൂടെ എക്സ്ട്രാ എന്തെങ്കിലും ആഡ് ചെയ്യാം, നിലവിലുള്ളതിൽ ചില ഭാഗങ്ങൾ ഒഴിവാക്കാം എന്നുള്ളത് മാത്രമേ വരുള്ളൂ. പ്രത്യേകിച്ചും ഈ ഒരു ടൈമിലേക്ക് ഇതുവരെ സിലബസ് മാറാത്തത് കൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ചേഞ്ച് ഒന്നും വരാൻ ചാൻസ് ഇല്ല. ചിലപ്പോൾ മൈനസ് മാർക്കുകളൊക്കെ വരാം, അല്ലെങ്കിൽ പിന്നെ CSIR സയൻസ് വിഷയങ്ങൾ നെറ്റ് നടക്കുന്നത് പോലെ പാർട്ട് A പാർട്ട് B എന്നൊക്കെ ആയിട്ട് പാർട്ട് Aയിൽ കുറച്ച് ക്വസ്റ്റ്യൻസിന് 2 മാർക്കും പാർട്ട് Bയിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻസും എന്നുള്ള രീതിയിലൊക്കെ വരാം എന്നല്ലാതെ പിന്നെ ഓക്കെ, ഒറ്റ സെക്കൻഡ് കേട്ടോ. ഇപ്പൊ കേൾക്കുന്നില്ലേ? ഇപ്പൊ കേൾക്കുന്നില്ല? ഒന്ന് ചാറ്റ് ബോക്സിൽ പറയാമോ കേൾക്കുന്നില്ല എന്നുള്ളത്? ഓക്കെ, ഫൈൻ. ഓക്കെ, സോ ഓക്കെ, താങ്ക് യു. സോ ഇതാണ് നമ്മൾ സിലബസ്. അപ്പൊ ഐഫർ ചെയ്യുന്ന ഒരു കാര്യം പറഞ്ഞുതരാം. ഐഫറിന്റെ സിലബസ് എന്ന് പറഞ്ഞാൽ NTA ഒരു സിലബസ് ഉണ്ട് അല്ലെ, NTA കൊമേഴ്സിൽ തന്നിട്ടുള്ള ഒരു സിലബസ് ഉണ്ട്. അതിന്റെ കൂടെ നമ്മൾ ഓരോ തവണ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞാൽ, ഓരോ തവണ എക്സാം ചെയ്ത് കഴിഞ്ഞാൽ നമുക്കുള്ള ഒരു ഡ്യൂട്ടി എന്നുള്ളത്, നമ്മുടെ മെന്റേഴ്സിനുള്ള ഒരു റെസ്പോൺസിബിലിറ്റി എന്നുള്ളത്, നമ്മുടെ കോണ്ടന്റും PYQമായിട്ടൊരു കമ്പാരിസൺ നടത്തും. ഓക്കെ, PYQ ആയിട്ടൊരു കമ്പാരിസൺ നടത്തും. ഓക്കെ, അതെങ്ങനെ നടത്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ ഇത്തവണ നടക്കാൻ പോകുന്നത് പറഞ്ഞുതരാം.
ഇപ്പൊ ഈ തവണ നമുക്ക് എന്തുണ്ട്, 2023 ഡിസംബറിലെ കൊമേഴ്സിന്റെ ക്വസ്റ്റ്യൻ ഉണ്ട്. കൊമേഴ്സിന്റെ 100 ക്വസ്റ്റ്യൻ ഉണ്ട്. ഈ ക്വസ്റ്റ്യൻ എന്നുള്ളത് ഈ 100 ക്വസ്റ്റ്യൻ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യും, ഓരോ ക്വസ്റ്റ്യനും ഇങ്ങനെ 1, 2, 3 അങ്ങനെ ഒരു ഗൂഗിൾ ഷീറ്റിൽ 100 ക്വസ്റ്റ്യൻ വരെ ഇടും. ഈ ഒന്നാമത്തെ ക്വസ്റ്റ്യനിലെ ടോപ്പിക് എന്താണ്, ഇത് ഗോർഡൻസ് മോഡലാണ് ചോദിച്ചിട്ടുള്ളത്. എന്നിട്ട് ഇത് ഐഫറിന്റെ സ്റ്റഡി മെറ്റീരിയലിൽ എവിടെയാണ് ഇതിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്, പേജ് 13-ലാണ്. ഐഫറിന്റെ വീഡിയോ ലെസൺസിൽ എവിടെയാണ് പറഞ്ഞിട്ടുള്ളത്, വീഡിയോ നമ്പർ 12-ലാണ്. ഈ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഏതാണ്, സ്റ്റാറ്റിൽ നിന്നാണ്. എന്താണ് ക്വസ്റ്റ്യൻ, സെഡ് ടെസ്റ്റ് ആണ് ക്വസ്റ്റ്യൻ. ഇത് നമ്മുടെ മെറ്റീരിയലിലെ ഏത് പേജിലാണ് പറഞ്ഞിട്ടുള്ളത്, പേജ് 4-ലാണ്. വീഡിയോയിൽ ഏതിലാണ് പറഞ്ഞിട്ടുള്ളത്, വീഡിയോ നമ്പർ 7-ലാണ്. ഓക്കെ, ഇതാണ് നമ്മൾ ചെയ്യുന്ന കോണ്ടന്റ് PYQ കമ്പാരിസൺ. എന്നിട്ട് നമ്മൾ നോക്കും ടോട്ടൽ PYQവിൽ കഴിഞ്ഞ തവണ ചോദിച്ചതിൽ ഐഫർ കൊടുത്തിട്ടുള്ള കോണ്ടന്റിൽ എത്ര ശതമാനം വന്നു എന്നുള്ളത്. നോർമലി ഒരു 80% ഒക്കെ വരലുണ്ട്. അഥവാ JRFന് തന്നെ കട്ട് ഓഫ് 60%, 58%, 62% ഒക്കെ ആവുമ്പോൾ ഐഫറിന്റെ കോണ്ടന്റിൽ നിന്ന് ഒരു 80%ഓളം ക്വസ്റ്റ്യൻസ് എവിടുന്നാണ് വരല്, ഐഫറിന്റെ കണ്ടന്റ് നിന്നാണ് വരല്. അഥവാ ഐഫറിന്റെ കോണ്ടന്റ് കൃത്യമായിട്ട് പഠിച്ച് പോയി അത് ഓർമ്മയിൽ വെച്ച് എഴുതാൻ പറ്റുമെങ്കിൽ അവർക്ക് JRF കിട്ടും എന്നുള്ളതാണ്. ഓക്കെ, ഇതാണ് നമ്മൾ PYQ കിട്ടിക്കഴിഞ്ഞാൽ, ഇപ്പൊ നമുക്ക് ഇ ബുക്ക് കിട്ടി, ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടി, ആൻസർ കീ കിട്ടി. അടുത്ത നമ്മുടെ മെന്റേഴ്സിന്റെ ടാസ്ക് എന്നുള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ പറഞ്ഞ കോണ്ടന്റ് PYQ കമ്പാരിസൺ ആണ്. എന്നിട്ട് ഈ ബാക്കി വന്ന 20% ഉണ്ടല്ലോ, ഈ 20% ഐഫറിന്റെ കോണ്ടന്റിൽ നിന്നും വരാത്ത ഈ 20% ഏതൊക്കെ ടോപ്പിക് ആണ് എന്നുള്ളത് നോക്കും. ആ ടോപ്പിക്കുകളൊക്കെ നമ്മുടെ സിലബസിൽ എന്ത് ചെയ്യും, ഐഫർ ആഡ് ചെയ്യും. NTAന്റെ സിലബസിന്റെ കൂടെ ആ ടോപ്പിക് ആഡ് ചെയ്യും. അങ്ങനെ 2023 ജൂണത്തെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്, 2022 ഡിസംബർത്തും ജൂണത്തതും ആഡ് ചെയ്തിട്ടുണ്ട്, ഈ പറഞ്ഞ ഡിസംബർത്തതും ആഡ് ചെയ്യും. അങ്ങനെയുള്ള ഒരു സിലബസ് ആണ് ഐഫറിനുള്ള സിലബസ് എന്നുള്ളത്. ഓക്കെ, ഇങ്ങനെ പഠിപ്പിച്ചത് കൊണ്ടാണ് നേരത്തെ പറഞ്ഞിട്ടുള്ള രീതിയിൽ 70ഓളം നെറ്റും അതുപോലെ തന്നെ 7ഓളം JRFും ഐഫറിന് കിട്ടാനുള്ള ഒരു കാരണം. അപ്പം ഇതാണ് നമ്മൾ സിലബസ് ഫാക്ടറിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യേണ്ടത്, മനസ്സിലാക്കേണ്ടത്. നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് കരുതുന്നു. ഓക്കെ, ഇപ്പൊ നമ്മളെ കൊമേഴ്സ് എന്നുള്ളതല്ല കേട്ടോ, നമ്മുടെ എല്ലാ സബ്ജക്റ്റിലെയും മെന്റേഴ്സ് ഫസ്റ്റ് ചെയ്യുന്ന, ഇപ്പൊ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ, ആൻസർ കീ കിട്ടിക്കഴിഞ്ഞാൽ, ക്വസ്റ്റ്യൻ പേപ്പർ അവൈലബിൾ ആയി കഴിഞ്ഞാൽ ഫസ്റ്റ് ചെയ്യുന്ന ഒരു വർക്ക് ഇതാണ്. ഇതിനനുസരിച്ചായിരിക്കും ആ ഒരു 6 മാസത്തെ ഒരു കോഴ്സ് സിലബസ് എന്തൊക്കെ പഠിപ്പിക്കണം എന്നൊക്കെ ഉള്ളത്. രണ്ടാമത് റീസൺ, ഒരു ഫെയിലിയർ ആവാനുള്ള റീസൺ ആണ് ഇൻകൺസിസ്റ്റൻസി എന്നുള്ളത്. നമുക്കൊക്കെ ഞാനടക്കം പഠിക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന പ്രശ്നമാണ്. നല്ല മോട്ടർ ആയിരിക്കുന്ന, നല്ല മോട്ടിവേഷൻ ആയിരിക്കുന്ന സമയത്ത് ഒരു ദിവസം കംപ്ലീറ്റ് ഇരുന്ന് പഠിക്കും, 2-3 ദിവസം കളിയൊക്കെ ഒഴിവാക്കി ഇരുന്ന് പഠിക്കും. പിന്നെ ആ ഒരു മൂഡ് പോയി കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് കളി കാണാനും കളിക്കാൻ പോകും, സിനിമക്കൊക്കെ പോയി പിന്നെ ആ ഭാഗം തന്നെ നോക്കാതെ തന്നെ ഇരിക്കും. ഓക്കെ, പക്ഷെ നമ്മള് പിന്നെ ഒരു പരീക്ഷ വിജയിക്കണമെങ്കിൽ ഇപ്പം 2-3 ദിവസം ഉറക്കം കഴിഞ്ഞ് ഫുള്ള് പഠിച്ച് പിന്നെ കുറച്ച് ദിവസം വെറുതെ ലേസി ആയിട്ട് നടക്കുന്നതിനേക്കാളേറെ കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കുക എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ശ്രമിക്കേണ്ടതുള്ളത് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. ഓക്കെ, കൺസിസ്റ്റന്റ് ആയി പഠിക്കുന്നത് 4 മണിക്കൂറാണെങ്കിൽ എക്സാം കഴിയുന്നവരെ 4 മണിക്കൂർ പഠിക്കുക. അല്ല പഠിക്കുന്നത് 3 മണിക്കൂറാണെങ്കിൽ എക്സാം കഴിയുന്നവരെ 3 മണിക്കൂറോളം എന്ത് ചെയ്യുക, കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുക എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. ഇപ്പൊ ഐഫറിന്റെ ഭാഗത്ത് നിന്ന് കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാനുള്ളത് ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നാണ് പിന്നെ നമുക്ക് കൃത്യമായിട്ടുള്ള സ്റ്റഡി പ്ലാൻ ഉണ്ട് കേട്ടോ. സോ ഒന്നിച്ച് ഒരുപാട് വീഡിയോസ് നിങ്ങൾക്ക് തരലല്ല ചെയ്യാം, നിങ്ങൾക്ക് സ്റ്റഡി പ്ലാൻ ഉണ്ട്. അത് സ്റ്റഡി പ്ലാൻ കഴിഞ്ഞ ആഴ്ച ജോയിൻ ചെയ്ത ആളുകളുടെ സ്റ്റഡി പ്ലാൻ ആയിരിക്കില്ല അടുത്ത ആഴ്ച ജോയിൻ ചെയ്യുന്നവർക്കുള്ളത്. ഓക്കെ, അപ്പോൾ പിന്നെ ഇനി അതല്ല, ഇപ്പോൾ ഏതെങ്കിലും കുട്ടിക്ക് ഒരു ഇൻഡിവിജ്വൽ സ്റ്റഡി പ്ലാൻ വേണം. എനിക്ക് ഒരു ബേസിക്കും അറിയാത്ത ആളുകളാണ്, അപ്പോൾ എനിക്ക് ബേസിക് തൊട്ട് പഠിക്കാനുള്ള സ്റ്റഡി പ്ലാൻ തരണം എന്ന് പറഞ്ഞാൽ മെൻറ്റർ എന്ത് ചെയ്യും, ആ രീതിയിൽ സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് തരും. അങ്ങനെ സ്റ്റഡി പ്ലാൻ വെച്ചിട്ട് ആദ്യം ഏതൊക്കെ ടോപ്പിക് പഠിക്കണം അത് ഇൻഡിവിജ്വൽ ആയിരിക്കും. ചില ആളുകൾക്ക് അക്കൗണ്ടിങ് ആയിരിക്കും തീരെ അറിയാത്തത്, ചില ആളുകൾക്ക് ആദ്യം പഠിക്കുന്നത് സ്റ്റാറ്റിസ്റ്റിക്സ് ആയിരിക്കും. ഇനിയിപ്പോൾ ഏത് പഠിക്കണം എന്ന് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഒരു മോക്ക് ടെസ്റ്റ് ഒക്കെ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിടെയാണ് വീക്ക് ഏരിയ, സ്ട്രോങ് ഏരിയ എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അതിനനുസരിച്ച് എവിടെ പഠിക്കണം എന്നുള്ളത് ഐഫറിന്റെ ടീം നിങ്ങൾ എന്ത് ചെയ്യും, കോണ്ടാക്ട് ചെയ്തിട്ട് പറഞ്ഞു തരും എന്നുള്ളതാണ്. സോ അതാണ് അതിൽ സ്റ്റഡി പ്ലാനുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് പറയാനുള്ളത്.
രണ്ടാമത് ഒന്നുള്ളത് നമുക്ക് മെന്റേഴ്സിന്റെ വീക്ക്ലി ലൈവ് ഉണ്ടാവും. ഓക്കെ, വീക്ക്ലി ലൈവ് നമുക്ക് ഒരുപാട് എല്ലാ ദിവസവും നമുക്ക് ലൈവുകൾ ഉണ്ടാവും. പേപ്പർ 1 പേപ്പർ 2 ഒക്കെ എടുത്ത ആളുകളാണെങ്കിൽ അത് വീക്ക്ലി ഒരു ദിവസം മെന്റേഴ്സിന്റെ ലൈവ് ആയിരിക്കും. അപ്പോൾ ആ ഒരാഴ്ച നമുക്കൊരു പഠനത്തിൽ നിന്ന് കുറച്ചൊന്ന് ബാക്കോട്ട് പോകുമ്പോൾ മെന്റർ ലൈവിൽ വന്നിട്ട് വീണ്ടും നിങ്ങൾ എന്ത് ചെയ്യും, ഇൻസ്പയർ ആക്കും. അപ്പൊ വീണ്ടും നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യും. അപ്പൊ വീണ്ടും നമ്മൾ എന്ത് ചെയ്യും, പഠനത്തിലേക്ക് തിരിച്ചു വരും. പിന്നെ നമുക്കറിയാം ഐഫർ പ്രൊമോട്ട് ചെയ്യുന്നത് ഇമോട്ടക് ലേണിംഗ് സിസ്റ്റം ആണ് എന്നുള്ളത് അറിയാം. ഞാൻ അടുത്ത സ്ലൈഡിൽ കൂടുതലായിട്ട് അത് പറയാം. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഹാപ്പിനെസ് ഓഫീസേഴ്സ് ഉണ്ടാവും. അവരും അതിന്റെ ഡീറ്റെയിൽസും അവരും നിങ്ങൾ എന്ത് ചെയ്യും, ഫോളോ അപ്പ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മൾ പിന്നെ എന്ത് ചെയ്യും, ഈ ഒരു നമ്മുടെ പഠനം കൺസിസ്റ്റന്റ് ആവും. നമ്മൾ പഠിക്കാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ പോവില്ല. ഐഫറിന്റെ സിസ്റ്റം അങ്ങനെയാണ്. ഐഫറിന്റെ ഒരു സ്റ്റുഡന്റ് ജേണി അങ്ങനെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, പ്ലാൻ ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. ഓക്കെ, അടുത്തൊരു പ്രശ്നമാണ് പരീക്ഷയോടനുബന്ധിച്ചും അല്ലെങ്കിൽ പഠിക്കുന്ന സമയത്തും സ്ട്രെസ് ആൻഡ് ആൻസൈറ്റി നമുക്ക് ഉണ്ടാവുക എന്നുള്ളത്. പഠിച്ചത് മറന്നു പോകുന്നുണ്ടോ എന്നുള്ള പേടി, ഓർമ്മയിൽ നിൽക്കുന്നുണ്ടോ എന്നുള്ളത്, ജയിക്കോ എന്നുള്ള അങ്ങനെ ഒരുപാട് തോന്നലുകൾ നമുക്ക് ഉണ്ടാവുക. സോ ഐഫറിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള സൈക്കോളജിസ്റ്റുകൾ ഉണ്ട് കേട്ടോ. ഐഫറിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള സൈക്കോളജിസ്റ്റുകൾ ഉണ്ട്. അപ്പൊ അവരുടെ സെഷൻസ് നിങ്ങൾക്ക് ഉണ്ടാകും. ഇനി നിങ്ങൾ ആവശ്യപ്പെടുകയാണെങ്കിൽ 1-to-1 ആയിട്ട് അവരോടൊപ്പം സെഷനിൽ, അഥവാ ഏറ്റവും എക്സ്പേർട്ട് ആയിട്ടുള്ള സൈക്കോളജിസ്റ്റുകൾ ആയിട്ടുള്ള ഒരുപാട് പേര് ഐഫറിലുണ്ട്. സോ അവരുടെ കോമൺ ക്ലാസ്സുകൾ ഉണ്ടാവും. ഇനി നമുക്ക് 1-to-1 അവരായിട്ട് ഇരിക്കാൻ വേണമെങ്കിൽ അതിനുള്ള അവസരം കൂടി എന്തുണ്ടാകും, നിങ്ങൾക്ക് ഉണ്ടാകും എന്നുള്ളതാണ്. രണ്ട്, ടൈം മാനേജ്മെന്റ് ആണ്. ടൈം മാനേജ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ നിങ്ങളുടെ ഒരു നിലവിലെ ഒരു സ്റ്റാറ്റസ് അനുസരിച്ച് നേരത്തെ പറഞ്ഞതുപോലെ സ്റ്റഡി പ്ലാൻ ഉണ്ടാകും. സോ അതുപോലെ തന്നെ ഇപ്പൊ പേപ്പർ 1 ആണ് നിങ്ങൾ നല്ല സ്കോർ ചെയ്തിട്ടുള്ളത്, പേപ്പർ 2 കുറവാണ്, അല്ലെ പേപ്പർ 2 കൂടുതലാണ് സ്കോർ, പേപ്പർ 1 കുറവാണ്. ഇപ്പൊ നിങ്ങൾ മെന്റേഴ്സിനോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഇതിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ട്രെയിൻഡ് ആയിട്ടുള്ള മെന്റേഴ്സ് ആണ്. അപ്പൊ അവർ നിങ്ങൾക്ക് പറഞ്ഞുതരും, നിങ്ങൾ പേപ്പർ 1 നിങ്ങളുടെ സ്റ്റാറ്റസ് അനുസരിച്ച് പേപ്പർ 1 നിങ്ങൾ 2 മണിക്കൂർ പഠിക്കാനിരിക്കും, അതുപോലെ പേപ്പർ 2 1.5 മണിക്കൂർ കൊടുക്കുക എന്നുള്ളത് അത് കോമൺ ആവില്ല കേട്ടോ. അത് നിങ്ങളുടെ പിന്നെ നമുക്ക് നിങ്ങളുടെ ടെസ്റ്റുകളൊക്കെ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അതുപോലെ തന്നെ നിങ്ങൾ ജോയിൻ ചെയ്യുമ്പോൾ ആ രീതിയിലുള്ള സർവേ ഒക്കെ ഉണ്ടാവും. അപ്പൊ അതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ ഒരാളോട് ചിലപ്പോൾ പേപ്പർ 1 5 മണിക്കൂർ പഠിക്കാൻ പറഞ്ഞിട്ടുണ്ടാവും, ചിലപ്പോൾ അടുത്ത ആളോട് ചിലപ്പോൾ പേപ്പർ 1 നിങ്ങൾ 30 മിനിറ്റ് നോക്കിയാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അത് ഡിഫറെന്റ് ആയിരിക്കും. സോ അതുമായി ബന്ധപ്പെട്ട സെഷൻസ് നിങ്ങൾക്ക് കിട്ടും, 1-to-1 മെന്ററിങ് നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്, ആളുകൾ കുറെ വായിച്ചു പോകും, പക്ഷെ PYQ എന്ത് ചെയ്തിട്ടുണ്ടാവില്ല, തീരെ ചെയ്തിട്ടുണ്ടാവില്ല. അപ്പൊ PYQ എന്നുള്ളത് എന്താണ്, ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്യുക എന്നുള്ളത്. ഐഫർ കംപ്ലീറ്റ് PYQ എന്തുണ്ടാവും, ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടോ. കഴിഞ്ഞ തവണ ചോദിച്ച 100 ക്വസ്റ്റ്യനും അതിന് മുമ്പ് ചോദിച്ച ക്വസ്റ്റ്യൻസ് ഒക്കെ വെച്ചിട്ട് ഒരു ക്വസ്റ്റ്യൻ പോലും ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാതെ പോയില്ല എന്നുള്ളതാണ്. അപ്പൊ അതിലൊക്കെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഫാക്കൽറ്റീസുമായിട്ടും മെന്ററുമായിട്ടും ചോദിക്കാനും ക്ലിയർ ചെയ്യാനും പറ്റും. ഒരു ക്വസ്റ്റ്യൻ പോലും ഡിസ്കസ് ചെയ്യാതെ പോവില്ല എന്നുള്ളതാണ്. അതുപോലെ ഐഫറിൽ പ്രീവിയസ് ചോദിച്ചിട്ടുള്ള 100 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അതുപോലെ അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഇപ്പൊ കൊമേഴ്സിൽ 2023 ഡിസംബറിൽ ചോദിച്ചിട്ടുള്ള 100 ചോദ്യങ്ങൾ അതേപോലെ തന്നെ ആപ്പിൽ ഓൺലൈൻ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആപ്പിലും ലാപ്ടോപ്പിലും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഇപ്പൊ കറക്റ്റ് PYQ അറ്റൻഡ് ചെയ്ത ഫീൽ ഉണ്ടാവും. 2023 ഡിസംബർ മാത്രമല്ല, അതിന് മുമ്പ് നടന്നിട്ടുള്ളതൊക്കെ കറക്റ്റ് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആപ്പിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ കറക്റ്റ് PYQ ചെയ്തിട്ടുള്ള ഫീല് നമുക്ക് കിട്ടും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇതിനെ കാറ്റഗറൈസ്ഡ് PYQ ആക്കിയിട്ടുണ്ടാവും. ഇനി നിങ്ങൾക്ക് അക്കൗണ്ടിങ്ങിൽ നിന്ന് ചോദിച്ച PYQ മാത്രം കിട്ടണമെങ്കിൽ അങ്ങനെ കിട്ടും. അതുപോലെ തന്നെ ബിസിനസ് മാനേജ്മെന്റിൽ നിന്ന് മാത്രം ചോദിച്ചിട്ടുള്ള PYQ കിട്ടണമെങ്കിൽ അങ്ങനെ കിട്ടും. അങ്ങനെ കാറ്റഗറൈസ്ഡ് PYQ ഉണ്ട്. അതുപോലെ ഡെയിലി ടെസ്റ്റുകൾ ഉണ്ടാകും. ഡെയിലി ടെസ്റ്റ് എല്ലാ ദിവസവും ടെസ്റ്റുകൾ ഉണ്ടാവും കേട്ടോ. എല്ലാ ദിവസവും ടെസ്റ്റുകൾ ഉണ്ടാവും. അതുപോലെ വീക്ക്ലി മോക്ക് ടെസ്റ്റ് ഉണ്ടാകും. വീക്ക്ലി മോക്ക് ടെസ്റ്റ്, മന്ത്ലി മെഗാ മോക്ക്, ARF, അതൊക്കെ ഞാൻ പറയാം. ഓക്കെ, ടെസ്റ്റുകളുടെ രീതി എത്തുമ്പോൾ ഞാൻ പറയാം എന്നുള്ളതാണ്. അടുത്തൊരു ഫാക്ടറാണ് റിസോഴ്സ് യൂട്ടിലൈസ് ചെയ്യാതിരിക്കുക എന്നുള്ളതും, റിസോഴ്സുകൾ അവൈലബിൾ അല്ല എന്നുള്ളതും. സോ അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്, നമുക്ക് എല്ലാം യൂട്യൂബിൽ കിട്ടുട്ടോ. ഇപ്പൊ ഒരാൾക്ക് നെറ്റിൽ JRF നേടാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും ഡാറ്റയും ഗൂഗിളിൽ നിന്നോ യൂട്യൂബിൽ നിന്നൊക്കെ നമുക്ക് കിട്ടും. ഓക്കെ, പക്ഷെ അതിനു വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് സമയം ചെലവഴിക്കേണ്ടി വരും എന്നുള്ളതാണ്. അപ്പോൾ യൂട്യൂബിൽ ഓരോ ടോപ്പിക്കും തെരഞ്ഞു പിടിക്കാനും അതിൽ ഏറ്റവും നല്ല ക്ലാസ്സുകളൊക്കെ നോക്കാനും അതിനൊക്കെ ഒരുപാട് എന്ത് ചെയ്യും, ടൈം നമുക്ക് എന്ത് ചെയ്യും, ചെലവാകും. അതുപോലെ തന്നെ ഗൂഗിളിലൊക്കെ കിട്ടും, ChatGPTയിലും ബാഡിലും ഒക്കെ നോക്കിയാൽ കിട്ടും. പക്ഷെ അതിനൊക്കെ ഒരുപാട് ടൈം നമുക്ക് സ്പെൻഡ് ചെയ്യേണ്ടി വരും എന്നുള്ളതാണ്. പക്ഷെ ഐഫറിലൊക്കെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നേരത്തെ പറഞ്ഞ ഒരു സ്റ്റുഡന്റ് ജേണി ഉണ്ടാവും. അവർ ഫസ്റ്റ് ദിവസം അവർ കാണേണ്ടത് ഇതാണ്,
ഒരാഴ്ച കഴിഞ്ഞാൽ അവർ ഇങ്ങനെ ആവണം. ഇപ്പൊ മെന്റേഴ്സ് ഒക്കെ ട്രെയിൻഡ് ആയിരിക്കും. ഇപ്പം ആദ്യത്തെ ഒരു മാസം നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കില്ല രണ്ടാമത്തെ മാസം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അപ്പോൾ വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള മെന്റേഴ്സ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ നിങ്ങളെ മൊത്തത്തിൽ പഠിച്ച് നിങ്ങൾക്ക് എന്തൊക്കെ സപ്പോർട്ടാണോ വേണ്ടത് എന്നുള്ളതടക്കം ഐഫറിന് എന്ത് ചെയ്യും, ഐഫർ പ്രൊവൈഡ് ചെയ്യും എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾക്ക് കംപ്ലീറ്റ് ഐഫറിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ടോപ്പിക്ക് പഠിക്കാൻ വേണ്ടി പുറത്തു പോകേണ്ട അവസ്ഥ വരില്ല. ഓക്കെ, ഐഫർ എല്ലാം ഒരുക്കിയിട്ടുണ്ടാകും എന്നുള്ളതാണ്. അപ്പൊ റിസോഴ്സ് മാക്സിമം എഫക്റ്റീവ് ആയിട്ട് ടൈമിലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെയാണ് കോമൺ ആയിട്ട് ഒരാൾ നെറ്റ് എക്സാമിൽ ഫെയിലിയർ ആവാനുള്ള കാരണം. അപ്പോൾ ഈ ഒരു ഫെയിലിയർ ആവാനുള്ള കാരണത്തെ നമ്മൾ ഒഴിവാക്കി കഴിഞ്ഞാൽ അതിന് നമ്മൾ മറികടന്നാൽ എന്താവും, നമുക്ക് നെറ്റ് കിട്ടും എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഇത് മറികടക്കാനുള്ള പിന്നെ ഓരോ മെത്തേഡ്സ് ആണ് എന്ത് ചെയ്യുന്നത്, ഐഫർ പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇനി നമ്മുടെ ഒരു ലക്ഷ്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അടുത്ത തവണത്തെ നമ്മുടെ ലക്ഷ്യം 750 നെറ്റും അതുപോലെ തന്നെ 100 JRF എന്നുള്ളതാണ്. കാരണം ഇത് നമ്മൾ വെറുതെ പറയുന്നതല്ല, വെറുതെ ഒരു ലക്ഷ്യവുമില്ലാതെ വെറുതെ എനിക്ക് തോന്നിയ ഒരു നമ്പർ പറഞ്ഞിട്ടുള്ളതല്ല. ഐഫറിന്റെ സിസ്റ്റം വെച്ച് നിങ്ങൾക്കറിയാം, കഴിഞ്ഞ തവണ ഇപ്പൊ 2022 ജൂണിൽ നമുക്കുണ്ടായിരുന്ന നെറ്റിനേക്കാൾ നമുക്ക് എന്ത് ചെയ്തു, 2022 ഡിസംബറിൽ കൂടി. ഇപ്പം 2022 ജൂണിൽ നമുക്ക് ഏകദേശം 285ഓളം നെറ്റാണ് ഉണ്ടായിരുന്നത് 2023 ജൂണില്. പിന്നെ ഇപ്പൊ 2024 ജൂൺ ആകുമ്പം അത് 486 നെറ്റായി. ഓക്കെ, 2023 ജൂണിൽ 285 നെറ്റ് ഉള്ളത് പിന്നെ 2023 ഡിസംബർ ആകുമ്പോൾ 486 നെറ്റായി. ഇനി നമുക്ക് അടുത്ത തവണത്തെ എൻ്റെ റെസ്പോൺസിബിലിറ്റി എന്നുള്ളത് അത് 750 നെറ്റിലേക്ക് അതിനെ എത്തിക്കുക എന്നുള്ളതാണ്. ഓക്കെ, എൻ്റെ ഡ്യൂട്ടിയാണത്. ചീഫ് അക്കാഡമിക് ഓഫീസർ ആയിട്ടുള്ള എൻ്റെ ഡ്യൂട്ടിയാണ് 285 നെറ്റിൽ നിന്ന് 486 അഥവാ ഏകദേശം 500-അടുത്തായി. അപ്പൊ അടുത്ത തവണ ഞാൻ സക്സസ് ആവണമെങ്കിൽ എൻ്റെ ബേസിക് ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റി ആണ് 750 നെറ്റ് ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പൊ എനിക്ക് ഇവിടെ ജോലിയിൽ തുടരണമെങ്കിൽ എനിക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം അടുത്ത തവണ ഞാൻ സക്സസ് ആണോ എല്ലാം തീരുമാനിക്കുക 250 നെറ്റ് ഉണ്ടോ ഇല്ലേ എന്നുള്ളത് നോക്കിയിട്ടാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമങ്ങളുമാണ് നമ്മൾ നടത്തി കഴിഞ്ഞിട്ടുള്ളത്. ഫാക്കൽറ്റീസിന്റെ മീറ്റിംഗ് നമ്മൾ വിളിച്ചു, നമ്മുടെ ക്ലാസ്സിന്റെ സ്റ്റാൻഡേർഡ് ഒന്നുകൂടി നമ്മൾ ഹൈ ആക്കി, മെന്റേഴ്സ് നമ്മൾ സ്ട്രോങ് ആക്കി. സബ്ജക്റ്റിൽ ഒരു മെന്റർ ഉള്ളത് ഇപ്പം ഓരോ സബ്ജക്റ്റിലും ഓരോ മെന്റർക്കും അസിസ്റ്റന്റ് മെന്റേഴ്സിനെ കൊടുത്തു. അപ്പൊ നമ്മളിത് അച്ചീവ് ചെയ്യും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അടുത്ത തവണ 750 നെറ്റ് 100 JRF ആവും എന്നുള്ളത് ഒരു സംശയവുമില്ല. അപ്പം അതില് നിങ്ങൾ കൂടി അതിന്റെ പാർട്ട് ആവണം എന്നുള്ള 750 നെറ്റിൽ 50ഓളം നെറ്റുകൾ ഇതിലിപ്പം അറ്റൻഡ് ചെയ്യുന്ന നിങ്ങൾ കൂടി ആവണം എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം എന്നുള്ളത്. നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ സിസ്റ്റം നിങ്ങളെ നെറ്റിലേക്ക് എത്തിക്കും എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ ടോട്ടൽ നെറ്റ് ഐഫർ തുടങ്ങിയിട്ട് 4ാം വർഷത്തിലേക്കാണ്. ഇപ്പൊ 3 വർഷമായി. ഇപ്പൊ നമ്മുടെ ഒരു അടുത്തൊരു ലക്ഷ്യം ടോട്ടൽ നെറ്റ് 2250 നെറ്റ്, അതുപോലെ JRF 300 JRFിലേക്ക് എത്തുക എന്നുള്ളതാണ് നമ്മുടെ അടുത്തൊരു എയിം, നമ്മുടെ ടാർഗറ്റ് എന്നുള്ളത്. ഓക്കെ, ഇനി നമുക്ക് കൊമേഴ്സിലേക്ക് വരാം. കൊമേഴ്സിൽ ഏതൊക്കെ യൂണിറ്റുകൾ പഠിക്കാനുണ്ട് എന്നുള്ളത് നമുക്കറിയാലോ അല്ലെ. ഏതൊക്കെ യൂണിറ്റ് പഠിക്കാനുണ്ട്? നിങ്ങൾ കൊമേഴ്സ് ഒരുപാട് 14 കൊല്ലം മുമ്പൊക്കെ PG കഴിഞ്ഞ ആളുകളുണ്ട്. അപ്പം നിങ്ങൾ നോക്കിയിട്ടുണ്ടോ ഏതൊക്കെ യൂണിറ്റ് ആണ് നമുക്ക് പഠിക്കാനുള്ളത് എന്ന് ടൈപ്പ് ചെയ്യാൻ പറ്റുമോ? ഒരുപാട് യൂണിറ്റുകൾ നമുക്ക് പഠിക്കാനുണ്ട് അല്ലേ. നമുക്ക് ബിസിനസ് എൻവയോൺമെന്റ് നമുക്ക് പഠിക്കാനുണ്ട്, അതുപോലെ തന്നെ ഇന്റർനാഷണൽ ബിസിനസ് നമുക്ക് പഠിക്കാനുണ്ട്, ദെൻ അക്കൗണ്ടിങ് ആൻഡ് ഓഡിറ്റിംഗ് നമുക്ക് പഠിക്കാനുണ്ട്, പിന്നെ നമുക്ക് ബിസിനസ് എക്കണോമിക്സ് നമുക്ക് പഠിക്കാനുണ്ട്, അതുപോലെ തന്നെ സ്റ്റാറ്റിയും റിസർച്ചും നമുക്ക് പഠിക്കാനുണ്ട്, പിന്നെ ബിസിനസ് മാനേജ്മെന്റ് അതുപോലെ തന്നെ HRM ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് നമുക്ക് പഠിക്കാനുണ്ട്, ബിസിനസ് ഫിനാൻസ് നമുക്ക് പഠിക്കാനുണ്ട് അല്ലെ. ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, ബിസിനസ് ഫിനാൻസ് നമുക്ക് പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമുക്ക് പഠിക്കാനുണ്ട്.
പിന്നെ മാർക്കറ്റിംഗ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണിത്. മാർക്കറ്റിംഗ് മാനേജ്മെന്റ് നമുക്ക് പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ ലീഗൽ ആസ്പെക്ട്സ് നമുക്ക് പഠിക്കാനുണ്ട്. ഏറ്റവും അവസാനമായിട്ട് ഇൻകം ടാക്സ് ആൻഡ് കോർപ്പറേറ്റ് ടാക്സ് പ്ലാനിങ് നമുക്ക് പഠിക്കാനുണ്ട്. സോ ഇതാണ് യൂണിറ്റ് വൈസ് നോക്കുകയാണെങ്കിൽ. ഓക്കെ, നിങ്ങൾ കമന്റ് ചെയ്തിട്ടുണ്ട് ഇൻകം ടാക്സിങ്, ബാങ്കിങ്, ലീഗൽ ആസ്പെക്ട്, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, ലോ. ഓക്കെ, ബിസിനസ് ഫിനാൻസ് നിങ്ങൾ യെസ്, നിങ്ങൾ കമന്റ് ചെയ്തിട്ടുള്ള സബ്ജക്റ്റുകൾ തന്നെയാണ്. അപ്പം നമ്മൾ വൈഡ് ആയിട്ട് ഇതിനെ ഓരോന്നിനും ബിസിനസ് എൻവയോൺമെന്റിൽ എന്ത് പഠിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്തുണ്ട്, നമുക്ക് പഠിക്കാനുണ്ട്. സോ മെയിൻ ആയിട്ട് നമുക്കുള്ള സബ്ജക്റ്റുകൾ ഇതാണ്. ബിസിനസ് എൻവയോൺമെന്റ് എന്നുള്ള സബ്ജക്റ്റ് ഉണ്ട്, ഇന്റർനാഷണൽ ബിസിനസ് എന്നുള്ളതുണ്ട്, അക്കൗണ്ടിങ് ആൻഡ് ഓഡിറ്റിംഗ് ഉണ്ട്, ബിസിനസ് എൻവയോൺമെന്റ് ഉണ്ട്, സ്റ്റാറ്റിസ്റ്റിക്സ് റിസർച്ച് പഠിക്കാനുണ്ട്, ബിസിനസ് മാനേജ്മെന്റ് HR എന്നുള്ള മൊഡ്യൂൾ ഉണ്ട്, ബിസിനസ് ഫിനാൻസ് അഥവാ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഉണ്ട്, ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, മാർക്കറ്റിംഗ് ഉണ്ട്, ലീഗൽ ആസ്പെക്ട്സ് ഉണ്ട്, ഇൻകം ടാക്സ്. ഇതാണ് ഒരു വൈഡ് ലെവലിൽ നമുക്ക് പഠിക്കാനുള്ള മേജർ ആയിട്ടുള്ള സബ്ജക്റ്റ് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അറിയാൻ പറ്റും എന്നുള്ളതാണ്. ദെൻ ഇപ്പൊ കഴിഞ്ഞ തവണത്തെ ഒരു അനാലിസിസ് എടുത്തു കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് ഉറപ്പ് പറയാൻ പറ്റുന്ന കുറച്ച് ടോപ്പിക്കുകൾ ഉണ്ട് അല്ലെ. ഇപ്പം ഇൻകം ടാക്സ്, അക്കൗണ്ടിങ്, അതുപോലെ തന്നെ എക്കണോമിക്സ്, ഇങ്ങനെയുള്ള ടോപ്പിക്സിന്റെ ഒരു പ്രത്യേകത എന്നുള്ളത്, ഇപ്പം കൊമേഴ്സിന്റെ ഒരു ഗുണം മറ്റുള്ള സബ്ജക്റ്റുകളെ അപേക്ഷിച്ചിട്ട് സിലബസിൽ നിന്ന് മാത്രം ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ചില ടോപ്പിക്കുകളുണ്ട്. ഇപ്പൊ ബാക്കിയുള്ള സബ്ജക്റ്റുകളൊക്കെ, ഇംഗ്ലീഷ് പോലുള്ള സബ്ജക്റ്റ് ഒക്കെ വളരെ വൈഡാണ്. ആരെങ്കിലും ഒരാൾ ഒരു നോവൽ എഴുതി കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് എന്തെങ്കിലും ചോദ്യങ്ങൾ വരും. അപ്പൊ കൊമേഴ്സ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കുറച്ച് സബ്ജക്റ്റ്, ബിസിനസ് ഫിനാൻസ്, ചിലപ്പം കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ പുറത്തുനിന്ന് ചോദിക്കലുണ്ട്. അതുപോലെ തന്നെ സ്റ്റാറ്റി. അപ്പൊ ഇങ്ങനെയുള്ള ഒരു 5ഓളം സബ്ജക്റ്റുകൾ ഉണ്ട്. ഇത് കംപ്ലീറ്റ് സിലബസിന്റെ പുറത്തൊന്നും സാധാരണ ചോദിക്കാറില്ല. ഇപ്പൊ 1-2 ക്വസ്റ്റ്യൻസ് ഒക്കെ ബിസിനസ് ഫിനാൻസും സ്റ്റാറ്റി ഒക്കെ പുറത്തുനിന്ന് ചോദിക്കലുണ്ടെങ്കിലും ബാക്കിയുള്ള അക്കൗണ്ടിങ് അതുപോലെ തന്നെ എക്കണോമിക്സ് ആയിട്ടൊക്കെ സിലബസ് കംപ്ലീറ്റ് പഠിച്ചു പോയി കഴിഞ്ഞാൽ അതിൽ നിന്ന് വരുന്ന എല്ലാ ചോദ്യങ്ങൾക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഉത്തരം എഴുതാൻ പറ്റും എന്നുള്ളതാണ്. സാധാരണയായിട്ട് ഇൻകം ടാക്സിലും അക്കൗണ്ടിങ്ങിലും എക്കണോമിക്സിലും ഒക്കെ 9-10 ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 30ഓളം ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഒരു 28-27ഓളം ക്വസ്റ്റ്യൻസ് സിലബസിൽ നിന്ന് മാത്രം തറവായി പഠിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആൻസർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ബാക്കിയുള്ള ടോപ്പിക്സും നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് പിന്നെ പഠിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. അതുപോലെ നമുക്കറിയാം, നിങ്ങൾ ഇത്തവണ നെറ്റ് എക്സാം എഴുതിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഇനി കഴിഞ്ഞ തവണയും ഇത്തവണയും ഒക്കെ എഴുതാത്ത ആളുകൾ ഉണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ കണ്ടിട്ടുള്ള ആളുകൾ ഉണ്ടാവും. ഇപ്പം പേപ്പർ 1 പോലെ പേപ്പർ 2 പാസേജ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നതായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും അല്ലെ. ഇപ്പോൾ സാധാരണയായിട്ട് ബാങ്കിങ്, ഇന്റർനാഷണൽ ബിസിനസ്, ബിസിനസ് എൻവയോൺമെന്റ്, ഇതിൽ നിന്നൊക്കെയാണ് പാസേജ് ക്വസ്റ്റ്യൻ, ഇതുമായി ബന്ധപ്പെട്ടിട്ടൊക്കെയാണ് പാസേജ് ക്വസ്റ്റ്യൻ ഒക്കെ കണ്ടുവരാറുള്ളത്. അപ്പം ആ രീതിയിൽ ആയിരിക്കും, ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, പഠനത്തിന് വേണ്ടിയിട്ട് ഫോക്കസ് ചെയ്യണം എന്നുള്ളതാണ്. സോ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത് മാത്രമാണോ ഇമ്പോർട്ടന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് മാത്രമല്ല ഇമ്പോർട്ടന്റ് എന്നുള്ളത്. സോ ഇതിൽ ഏറ്റവും കൂടുതൽ സിലബസിൽ നിന്ന് മാത്രം ചോദിക്കുന്ന കുറച്ച് ടോപ്പിക്സ് ആണ് ഇപ്പം പറഞ്ഞിട്ടുള്ളത്. അതുപോലെ പാസേജ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുന്ന ടോപ്പിക്കുകളൊക്കെ. പക്ഷെ ചിലപ്പോൾ നാളെ പാസേജ് ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിക്കുക വേറൊരു ടോപ്പിക്കിൽ നിന്നാവാം. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാ ടോപ്പിക്സും ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ളതാണ്. ഇപ്പൊ JRF ആണ് നമ്മൾ നോക്കുന്നതെങ്കിൽ എല്ലാ ടോപ്പിക്സും ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ളതാണ്. നമുക്ക് ഒരു ക്വസ്റ്റ്യൻ പോലും മിസ്സാക്കാൻ പാടില്ല. അപ്പോൾ ഇവിടെ ബേസിക്കലി ഇമ്പോർട്ടന്റ് ടോപ്പിക്സ്, നോട്ട് ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് എന്നുള്ളതൊന്നുമില്ല. മാക്സിമം നമ്മൾ പഠിച്ചു പോയിട്ട് മാക്സിമം സ്കോർ ചെയ്യുക എന്നുള്ളതാവണം നമ്മളുടെ ഒരു ഏരിയ എന്നുള്ളത്. അപ്പോൾ ഓരോ ടോപ്പിക്കിലും കൺസെപ്ച്വൽ ആയിട്ടുള്ള ഡീറ്റെയിൽസ് നമ്മൾ എന്ത് ചെയ്യണം, പഠിച്ചിരിക്കണം എന്നുള്ളതാണ്. സോ അതുപോലെ തന്നെ ഞാൻ മറ്റൊരു ഐഫന്റെ ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഇത് കാണിച്ചു തരാം. ഓക്കെ, ഇപ്പോ സ്ക്രീന് കാണുന്നുണ്ടോ? ഒന്ന് ചാറ്റ് ബോക്സിൽ പറയോ, ഐഫറിന്റെ ഒരു ഷെയർ ചെയ്തിട്ടുണ്ട്, അത് കാണുന്നുണ്ടോ എന്നുള്ളത്. യെസ്, ഓക്കെ.
സോ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതിന്റെ ഒരു മെയിൻ ടോപ്പിക്കാണ് ഇന്റർനാഷണൽ ബിസിനസ്, അതുപോലെ തന്നെ ഇൻകം ടാക്സ്, അക്കൗണ്ടിങ് എന്നുള്ളത്. സോ നമ്മുടെ ഒരു പ്രോഗ്രസ് റിപ്പോർട്ടാണിത്. ഓക്കെ, ഐഫർ ഇങ്ങനെ ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് ഉണ്ടാവും കേട്ടോ, അത് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരും. ഇപ്പോൾ ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, ബിസിനസ് ഫിനാൻസിൽ നമുക്കുള്ള ടോപ്പിക് സ്കോപ്പ് ആൻഡ് സോഴ്സ് ഓഫ് ഫിനാൻസ്, ലീസ് ഫിനാൻസിങ്, ഒബ്ജക്റ്റീവ്സ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, അപ്രോച്ചസ് ടു ഫിനാൻസ് ഫംഗ്ഷൻ, അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ഡിസിഷൻസ്, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, അതുപോലെ തന്നെ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്, അങ്ങനെ ARR, അക്കൗണ്ടിങ് റേറ്റ് ഓഫ് റിട്ടേൺ, അതുപോലെ തന്നെ നെറ്റ് പ്രസന്റ് വാല്യൂ. സോ ഇങ്ങനെ ഇതിപ്പോ ഞാൻ ഓരോന്നും വായിക്കാൻ നിൽക്കുന്നില്ല, ഒരുപാട് ടൈം എടുക്കും. സോ ഇങ്ങനെ കംപ്ലീറ്റ് ടോപ്പിക്, ഓക്കെ, ഇങ്ങനെ കംപ്ലീറ്റ് ടോപ്പിക് എന്ത് ചെയ്യും, ടോപ്പിക്കിന്റെ ലിസ്റ്റ് പ്രോഗ്രസ് റിപ്പോർട്ട് ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും, തരും എന്നുള്ളതാണ്. ഓക്കെ, ബിസിനസ് മാനേജ്മെന്റ് എല്ലാ ടോപ്പിക്കും ഉണ്ട്. നേരത്തെ പറഞ്ഞ 10 യൂണിറ്റും സബ് ടോപ്പിക്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തതാണ്. ഓക്കെ, ഇനി ഇതിന്റെ ഏറ്റവും മുകളിൽ എന്തുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ നിങ്ങൾക്ക് ഈ ടോപ്പിക്സ് ഒക്കെ നിങ്ങൾ കവർ ചെയ്തിട്ടുള്ളതാണോ, റിവേഴ്സ് ചെയ്തിട്ടുള്ളതാണോ, അതുപോലെ തന്നെ അതിന്റെ ഒരു പ്രോഗ്രസ് എത്രത്തോളം നിങ്ങൾ പഠിച്ചിട്ടുണ്ട് എന്നുള്ളതൊക്കെ ഇതിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാണ്. ഞാൻ മറ്റൊരു കാര്യം കൂടി ഷെയർ ചെയ്ത് തരാം. ഓക്കെ, ഇതിന് നിങ്ങൾ കാണുന്നുണ്ടോ? കൊമേഴ്സ് ലൈവ് ഷെഡ്യൂൾ ജൂൺ 2024, ഇത് കാണുന്നുണ്ടോ? ഒന്ന് ചാറ്റ് ബോക്സിൽ പറയോ, കൊമേഴ്സിന്റെ ലൈവ് ഷെഡ്യൂൾ ജൂൺ 2024 എന്നുള്ളത്. ഓക്കെ, സോ ഇത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യെസ് കാണുന്നുണ്ട്, താങ്ക് യു. സോ ഇത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് നമ്മൾ ഇത്തവണത്തെ സ്റ്റുഡൻസിന് കൊടുക്കുന്ന നമ്മുടെ ലൈവിന്റെ ഷെഡ്യൂൾ ആണ് കേട്ടോ. ജൂൺ 2000 നിങ്ങൾ കാണാൻ പറ്റുമെന്ന് കരുതുന്നു. കൊമേഴ്സ് ലൈവ് ഷെഡ്യൂൾ ജൂൺ 2024 എന്നുള്ളത്. ഓക്കെ, സോ ഇതിലിപ്പോ ഇന്നിപ്പോ ഡേറ്റ് ജനുവരി 23 ഓക്കെ, ഇനി നമുക്ക് കൊമേഴ്സിലുള്ള ക്ലാസ് നമുക്ക് തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ പേപ്പർ 1ന്റെ ക്ലാസ്സും വ്യാഴം വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ പേപ്പർ 2ന്റെ ക്ലാസ്സുമാണ് സാധാരണ ഉണ്ടാവാറുള്ളത്. എക്സാമിനനുസരിച്ച് ചില വ്യത്യാസങ്ങളൊക്കെ വരാമെന്നുള്ളതാണ്. ഇനി നമുക്കുള്ള ക്ലാസ് ജനുവരി 25 വ്യാഴാഴ്ച 7 മണിക്കാണ് ഇനി നമുക്കുള്ള ക്ലാസ്. നിങ്ങളിത് കാണുന്നുണ്ട് എന്ന് കരുതുന്നു. ജനുവരി 25 വ്യാഴാഴ്ച 7 മണിക്കാണ് ക്ലാസ് എടുക്കുന്നത് നീന മിസ് ആണ്. അപ്പൊ അതിലുള്ള ടോപ്പിക് ജസ്റ്റ് ബിസിനസ് മാനേജ്മെന്റ് ആണ് എന്നുള്ളതല്ല ടോപ്പിക്. അതിൽ പറയാൻ പോകുന്നത് മാനേജ്മെന്റ് ഫങ്ഷൻസ്, പ്ലാനിങ്, ഓർഗനൈസേഷൻ, ടൈപ്സ് ഓഫ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ, അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി എന്നുള്ളതാണ്. ഓക്കെ, ഇതാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ആ ടോപ്പിക് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ വാട്സാപ്പ് ഗ്രൂപ്പിൽ മെസ്സേജ് വരും, നാളത്തെ ലൈവ് ബിസിനസ് മാനേജ്മെന്റ് സബ് ടോപ്പിക്സ് ഇതാണെന്നുള്ളത്. നമ്മൾ ഫാക്കൽറ്റീസിനോട് പറയും ബിസിനസ് മാനേജ്മെന്റ് ലിസ്റ്റുകൾ എടുത്ത് പോകലല്ല, ഈ ടോപ്പിക്സ് കംപ്ലീറ്റ് കവർ ചെയ്യണം എന്നുള്ളത്. അതുപോലെ നമുക്ക് പ്രോഗ്രസ് റിപ്പോർട്ട് ഉണ്ട് മെന്റേഴ്സിന്, അവർ ടിക്ക് ചെയ്യും. ഇപ്പൊ ഈ ടോപ്പിക്കിന്റെ സെഷൻ ഇന്നലെ കഴിഞ്ഞാൽ അത് നടന്നിട്ടുണ്ട് എന്ന് ടിക്ക് ചെയ്യും. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ടോപ്പിക് ലൈവിൽ ഡിസ്കസ് ചെയ്യണം എന്നുള്ളതാണ് ഞാൻ എല്ലാവരോടും കൊടുത്തിട്ടുള്ള നിർദ്ദേശം. ഓക്കെ, അല്ലെങ്കിൽ ചീഫ് മെന്റർ ആയിട്ടുള്ള അനീസ് സാർ നമുക്ക് ചെന്നിട്ടുള്ള റെസ്പോൺസിബിലിറ്റി എല്ലാ ടോപ്പിക്കും ഡിസ്കസ് ചെയ്തിരിക്കണം എന്നുള്ളതാണ്. സ്റ്റുഡൻസ് അവസാനം വന്നിട്ട് ഈ ഒരു ടോപ്പിക്ക് ഡിസ്കസ് ചെയ്തിട്ടില്ലല്ലോ എന്ന് പറയാൻ പാടില്ല. ഒരു സ്റ്റുഡന്റ് പോലും ഒരു സബ്ജക്റ്റിലും ഈ ഒരു ടോപ്പിക്ക് ഡിസ്കസ് ചെയ്തിട്ടില്ലല്ലോ എന്ന് പറയാൻ പാടില്ല. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഫാക്കൽറ്റീസിന് കൊടുക്കുന്നത് ലൈവ് ഷെഡ്യൂളിൽ ഇങ്ങനെ സബ് ടോപ്പിക്സ് ആയിട്ട് വെക്കുന്നത്. ഇത് നമ്മൾ ടിക്ക് ചെയ്ത് വെക്കും. അപ്പൊ ആരെങ്കിലും ചോദിക്കുകയാണ് ഈ ഒരു ടോപ്പിക്കിൽ പോയിട്ടില്ലല്ലോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് നോക്കിയിട്ട് ഇത് പോയ ഡേറ്റ് നമുക്ക് പറയാൻ പറ്റും. ഇനി അഥവാ അത് പോയിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും, ഇമ്മീഡിയറ്റ് ആയിട്ട് എന്ത് ചെയ്യും, അടുത്ത ദിവസങ്ങളിലായിട്ട് തന്നെ ആ ഒരു സെഷൻ നമ്മൾ എന്ത് ചെയ്യും, പ്ലാൻ ചെയ്യും. ഇനി ജനുവരി 26 ഫ്രൈഡേ എന്താണ്, ഫാരിസ് സാറിന്റെ ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ക്ലാസ് ആണ്. അന്ന് ക്യാപിറ്റൽ മാർക്കറ്റിംഗ്, ഇൻഷുറൻസ് ആൻഡ് അതർ ഏരിയാസ് റീസെന്റ് ആഡഡ് ഇൻ PYQ. കണ്ടില്ലേ, നിങ്ങൾ നോക്കി ജനുവരി 26 ഷെഡ്യൂൾ നോക്കി, അതിൽ ഫാരിസ് സാറിന്റെ ഒരു ടോപ്പിക് അതർ ഏരിയാസ് റീസെന്റ് ആഡഡ് ഇൻ PYQ എന്നുള്ളതാണ്. അപ്പൊ മുന്നേ വർഷത്തെ ചോദിച്ചിട്ടുള്ള നെറ്റിന്റെ സിലബസിൽ ഇല്ലാത്ത മുൻ വർഷത്തിൽ ചോദിച്ചിട്ടുള്ള ഒരു ടോപ്പിക് അന്ന് ഡിസ്കസ് ചെയ്യും എന്നുള്ളതാണ്. ഓക്കെ, ഇനി സാറ്റർഡേ മാർക്കറ്റിംഗ് മാനേജ്മെന്റ് ആണ്, ദെൻ ഇന്റർനാഷണൽ ബിസിനസ് ഉണ്ട്. ഇതുണ്ട് കംപ്ലീറ്റ് സിലബസ് കവർ ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഷെഡ്യൂൾ ആണിത്. ഇനി ബിസിനസ് മാനേജ്മെന്റ് നോക്കി,
ഓക്കെ, അടുത്ത ആഴ്ച ഫെബ്രുവരി 1, 2, 3 വ്യാഴം, വെള്ളി, ശനി ഈ 3 ദിവസങ്ങളിലും ഉള്ളത് ഏതാണ്? ബിസിനസ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ക്ലാസ് ആണ്. ബിസിനസ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് റിസർച്ച് മെത്തേഡിന്റെ ക്ലാസ് ആണ് ഈ 3 ദിവസം ഉള്ളത്. അന്ന് എടുക്കുന്നത് ഏതൊക്കെയാണ്? പ്രിൻസിപ്പിൾസ് ആൻഡ് സ്റ്റെപ്സ് ഓഫ് സാമ്പിളിംഗ് ടെക്നിക്സ്, ഡിറ്റർമൈൻ സാമ്പിൾ സൈസ്, പ്രസന്റേഷൻ ഓഫ് ഡാറ്റ, മെഷർമെന്റ് ഓഫ് സെൻട്രൽ ടെൻഡൻസി, മെഷർമെന്റ് ഓഫ് ഡിസ്പേർഷൻ, സ്ക്യൂനെസ്, കുർട്ടോസിസ് ആൻഡ് മൊമെന്റ്സ്, കോറിലേഷൻ, റിഗ്രഷൻ. കണ്ടില്ലേ? ഇങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഒരിക്കലും ഒരു ടോപ്പിക്കും സ്റ്റുഡൻസിന് ക്ലാസ് മിസ്സാവരുത് എന്നുള്ളത് കൊണ്ടാണ്. സോ ഇതാണ് നമ്മുടെ പ്ലാൻ. എല്ലാ സബ്ജക്റ്റിലും എല്ലാ ടോപ്പിക്കും ഡിസ്കസ് ചെയ്ത് എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഓക്കെ, സോ ഇതാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും ഒരു ഏകദേശം ഈ കാര്യങ്ങളൊക്കെ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ഒരു സ്ട്രക്ചർ എന്നുള്ളത്. ഓക്കെ, സോ ഓക്കെ, ഞാൻ ഒന്നുകൂടി സ്ലൈഡിലേക്ക് വന്നിട്ടുണ്ട്. ക്ലിയർ ആയിരുന്നോ? യെസ്. എന്തെങ്കിലും റീസണിൽ ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ 24 മണിക്കൂറിനുള്ളിൽ, ശനിയാഴ്ച ആണ് ലൈവ് നടന്നിട്ടുള്ളതെങ്കിൽ ഇപ്പം അത് തിങ്കളാഴ്ച ആയിരിക്കും കിട്ടുക. അതല്ലാത്ത ദിവസങ്ങളിലൊക്കെ 24 മണിക്കൂറിൽ കിട്ടും. എക്സാമിനോടനുബന്ധിച്ചുള്ള 2 മാസങ്ങളിൽ ഞായറാഴ്ചയും വർക്കിംഗ് ആയിരിക്കും. ശനിയാഴ്ച നടന്ന ലൈവ് ഞായറാഴ്ച കിട്ടും, ഞായറാഴ്ച നടന്ന ലൈവ് എന്ത് ചെയ്യും? തിങ്കളാഴ്ച കിട്ടും എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പോൾ ഈ സ്ലൈഡ് കാണുന്നില്ലേ ഐഫറിന്റെ യൂണീക്ക് അപ്രോച്ച് എന്നുള്ളത്? യെസ്, എക്സ്റ്റൻഷൻകാർക്കും ഈ ലൈവ് കിട്ടും കേട്ടോ. എക്സ്റ്റൻഷൻകാർക്കും ഈ ലൈവ് കിട്ടും. ഓക്കെ, സോ നമുക്ക് നോക്കാം. നേരത്തെ നമ്മൾ ഒരുപാട് ഫീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ആദ്യം നമ്മൾ ഐഫറിന്റെ എത്ര നെറ്റ് ജാറഫ് ഉള്ളത് പറഞ്ഞു. രണ്ടാമത് നമ്മൾ റീസൺസ് ഫോർ ഫെയിലിയർ, എന്തുകൊണ്ട് ആളുകൾ നെറ്റ് എക്സാമിൽ ഫെയിലിയർ ആവുന്നു എന്നുള്ളത് പറഞ്ഞു. അതിനുശേഷം എന്തുകൊണ്ട് ഐഫറിൽ ഇത്ര സക്സസ് ഉണ്ടാവുന്നു എന്നുള്ളത് പറഞ്ഞു. പിന്നെ നമ്മൾ കൊമേഴ്സിന്റെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നു. ഇത് ഞാൻ വെബിനാറിൽ കയറി പറ്റിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതല്ല കേട്ടോ. അപ്പോൾ ഐഫറിൽ ഏതെങ്കിലുമൊക്കെ സ്റ്റുഡന്റിന് പരിചയം ഉണ്ടെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ അറിയാം ഇതാണ് ഐഫർ ഫോളോ ചെയ്യുന്നത്. ഓൾറെഡി നമുക്ക് സ്റ്റുഡന്റിന് കൊടുത്തിട്ടുള്ള ഡീറ്റെയിൽസ് ഞാനൊന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തന്നിട്ടുള്ളതാണ്. അപ്പം പിന്നെ ഞാൻ അക്കാഡമിക് ഹെഡ് എന്നുള്ള നിലയിൽ കൂടി പറയാണ്, നിങ്ങൾക്ക് ഇതിലൊക്കെ ഏതെങ്കിലും തരത്തിൽ കൺസേൺ ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ നിങ്ങളെ വാട്സാപ്പ് ഗ്രൂപ്പിലൊക്കെ ഉണ്ടാവും. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എനിക്ക് നേരിട്ട് ചാറ്റൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പം ഞാൻ അപ്പോൾ തന്നെ ആ ഒരു പ്രശ്നത്തിന് സൊല്യൂഷൻ ഉടനെ ഉണ്ടാവും എന്നുള്ളതാണ്. പക്ഷെ അങ്ങനെ ഒന്നും പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല, നിങ്ങൾ ഹാപ്പി ആയിരിക്കും എന്നുള്ളതാണ്. ഇനി ഐഫറിന്റെ ഒരു യുണീക്ക് അപ്രോച്ച്, എന്തുകൊണ്ട് ഐഫറിൽ ഈ പറഞ്ഞിട്ടുള്ള രീതിയിൽ വലിയ വിജയം ഉണ്ടാവുന്നു എന്നുള്ളതാണ്. ഓക്കെ, കൊമേഴ്സിലടക്കം 70ഓളം നെറ്റുകൾ, മിഷൻ JRF ബാച്ചുകളിൽ തന്നെ 40ഓളം 35ഓളം നെറ്റുകൾ, 7ഓളം JRFകൾ ഐഫറിൽ എന്തുകൊണ്ട് ഉണ്ടാകും എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ്. സോ റീസൺസ് ഫോർ ഐഫറിന്റെ സക്സസ്. ഓക്കെ, ഐഫറിന്റെ സക്സസിനുള്ള ഐഫറിന്റെ റീസൺ, ഐഫറിൽ എന്തുകൊണ്ട് ഇത്ര സക്സസ് ഉണ്ടാവുന്നു എന്നുള്ളതിന്റെ കാരണങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതിൽ ഒന്ന്, ഐഫർ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, ഇമോടെക് ബേസ്ഡ് ലേണിംഗ് സിസ്റ്റം എന്നതാണ് ഐഫർ. കേവലം ക്ലാസ്സുകൾ കൊടുക്കുക, കുറെ സ്റ്റഡി മെറ്റീരിയൽ കൊടുക്കുക, ടെസ്റ്റുകൾ കൊടുക്കുക എന്നുള്ളതല്ല, മറിച്ച് നമ്മൾ ഒരു സിസ്റ്റമാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു സ്റ്റുഡന്റ് ജേണിയാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു സ്റ്റുഡന്റ് ജോയിൻ ചെയ്ത അന്ന് മുതൽ പിന്നെ പഠിച്ചിറങ്ങുന്നത് വരെയുള്ള ഒരു ജേണി. ഇനി പഠിച്ചിറങ്ങുന്നത് വരെ എന്നല്ല, ഒരു സ്റ്റുഡന്റ് ഐഫറിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഐഫറിന്റെ ഒരു ലൈഫ് ടൈം കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ട് അവർ മാറും. അപ്പോൾ ഇന്ന് ഈവനിങ് ഒക്കെ ഞാൻ ചെയ്തിട്ടുള്ള ഡിസ്കഷൻ, ഫർഹാൻ സാർ നിങ്ങൾക്ക് പരിചയം ഉണ്ടാകും, പേപ്പർ ഓണിലൊക്കെ മുമ്പ് ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ. ഇപ്പോൾ ഫർഹാൻ സാർ കാശ്മീർ യൂണിവേഴ്സിറ്റിയിൽ PhD ചെയ്യാണ്. അപ്പോൾ ഇന്ന് ഫർഹാൻ സാറുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് തീരുമാനിച്ചിട്ടുള്ളത്, ഇത്തവണ നമുക്ക് ഈ പറഞ്ഞ 500ഓളം ആളുകൾക്ക് നെറ്റ് കിട്ടി, 47ഓളം ആളുകൾക്ക് JRF കിട്ടി. അപ്പൊ അവർക്ക് 10 ദിവസത്തിനുള്ളിൽ PhD എങ്ങനെ നേടാം, PhDയിൽ എങ്ങനെ PhD അഡ്മിഷൻ എങ്ങനെ എടുക്കാം എന്നുള്ളതിന് വേണ്ടിയിട്ട് സെഷൻസ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ 10 ദിവസത്തിനുള്ളിൽ അവർക്ക് ആ സെഷൻ കൊടുക്കും. അത് ജസ്റ്റ് ഒരു സെഷൻ കൊടുത്തിട്ട് അവസാനിപ്പിക്കില്ല. അപ്പൊ അടുത്തൊരു 6 മാസം ഈ നെറ്റ് PhD നേടിക്കഴിഞ്ഞ ആളുകൾക്ക്, നെറ്റ് JRF നേടിക്കഴിഞ്ഞ ആളുകളെ PhDയിലേക്ക് കൈപ്പിടിച്ച് ഉയർത്താൻ വേണ്ടിയിട്ട് എന്തൊക്കെ സെഷൻസ് കൊടുക്കണം, സിനോപ്സിസ് പ്രിപ്പറേഷൻ എന്തൊക്കെ കൊടുക്കണം, അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ വരും ദിവസങ്ങളിൽ എന്ത് ചെയ്യും, നെറ്റ് JRF കിട്ടിയ ആളുകൾക്ക് അതൊക്കെ നമ്മൾ കൊടുക്കും. ഓക്കെ, സോ ജസ്റ്റ്
പിന്നെ നെറ്റോ ജെആർഎഫ് ഒക്കെ നേടിക്കഴിഞ്ഞാൽ അവരെ പിരിച്ചുവിടുകയല്ല ചെയ്യുക. അവർ വീണ്ടും PhDക്ക് നെറ്റ് കിട്ടിയ ആളുകളെ ജെആർഎഫിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ, ജെആർഎഫ് കിട്ടിയ ആളുകളെ എങ്ങനെ PhDയിലേക്ക് എത്തിക്കാൻ പറ്റും എന്നുള്ളതൊക്കെ നോക്കുന്ന ഒരു വലിയൊരു ഇമോട്ടക് ബേസ്ഡ് ലേണിംഗ് സിസ്റ്റമാണ്. അപ്പൊ നിങ്ങൾക്ക് സബ്ജക്ട് മെന്റേഴ്സ് മാത്രമല്ല ഉണ്ടാവുക, ഹാപ്പിനെസ് ഓഫീസേഴ്സും ഉണ്ടാവും. നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും ഒളിമ്പിക്സിലൊക്കെ അല്ലെങ്കിൽ ഉസൈൻ ബോൾട്ട് ഒക്കെ പിന്നെ സ്പ്രിന്റ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ വലിയ വലിയ മത്സരങ്ങൾ മെസ്സിയും റൊണാൾഡോയും ഒക്കെ കളിക്കാൻ ഇറങ്ങുന്ന സമയത്ത് അവർക്ക് ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് തിങ്കളാഴ്ച രാത്രി 7 മണിക്കാണ് കളിയെങ്കിൽ അന്ന് അവിടെ ഒരു കാലാവസ്ഥ ഒക്കെ പ്രവചിക്കാൻ വേണ്ടിയിട്ടുള്ള ആളുകൾ ഉണ്ടാവും. അപ്പോൾ ആ ഒരു കാലാവസ്ഥ പ്രവചിച്ചിട്ട് അന്ന് 20°C ആണ് എന്ന് പറയും. എന്നിട്ട് ഈ പറഞ്ഞ മെസ്സിയുടെയും റൊണാൾഡോയുടെയോ ഉസൈൻ ബോൾട്ടിന്റെയോ ഒക്കെ ന്യൂട്രീഷ്യൻസ്മാരുണ്ടാവും. അപ്പൊ അവരെന്ത് പറയും? ഓക്കെ, തിങ്കളാഴ്ച രാത്രി 7 മണിക്കാണ് കളി, അന്നത്തെ താപനില എത്രയാണ്, അപ്പോൾ അന്ന് അങ്ങനെ കളിക്കണമെങ്കിൽ ഇന്ന് കഴിക്കേണ്ട ഭക്ഷണങ്ങൾ ഇതൊക്കെയാണ്, ഇന്ന് ഇത്ര ലിറ്റർ വെള്ളം കുടിക്കണം, ഇത്ര ഗ്ലാസ് വെള്ളം കുടിക്കണം, ഇന്ന് ഓടേണ്ടത് 4 റൗണ്ടാണ്, ഇത്ര മീറ്റർ ആണെന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കുമല്ലോ. അപ്പോൾ അതുപോലെ അത്രയും വലിയ അളവിലല്ല, പക്ഷെ ഐഫറിന് കഴിയുന്നത് പോലെയുള്ള ഹാപ്പിനെസ് ഓഫീസേഴ്സ് നിങ്ങൾക്ക് ഉണ്ടാവും. അവർ നിരന്തരം നിങ്ങൾ എന്ത് ചെയ്യും? കോണ്ടാക്ട് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, നിങ്ങൾ ഹാപ്പി ആണോ എന്ന് ചോദിച്ചിട്ട്, അതുപോലെ തന്നെ നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു ഇമോഷൻ എന്താണ് എന്നുള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കിയിട്ട് ഒരു ഇമോട്ടക് ലേണിംഗ് ബേസ്ഡ് ലേണിംഗ് സിസ്റ്റം ആയിരിക്കും. ഒരു സ്ഥലത്ത് നിന്ന് മെന്റേഴ്സ് ഉണ്ടാകും, അതുപോലെ ഹാപ്പിനെസ് ഓഫീസേഴ്സ് ഉണ്ടാകും, നേരത്തെ പറഞ്ഞ സൈക്കോളജിസ്റ്റുകൾ ഉണ്ടാകും. അപ്പം ഈ രീതിയിൽ നമ്മുടെ ഇമോഷനെ കൂടി പരിഗണിച്ചിട്ടുള്ള ഒരു ലേണിംഗ് സിസ്റ്റമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പ്രൊമോട്ട് ചെയ്യുന്നത്. ഇമോട്ടക് ബേസ്ഡ് ഹാപ്പി ലേണിംഗ് എക്കോസിസ്റ്റം എന്നുള്ളതാണ്. ഇനിയിപ്പോ നിങ്ങൾ ഐഫറിൽ പഠിച്ചിട്ട് നെറ്റ് കിട്ടാത്ത നിങ്ങളെ പരിചയത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചു നോക്കി, അവർ ഹാപ്പി ആയിരിക്കും. എനിക്ക് നെറ്റ് കിട്ടിയിട്ടില്ല, ഓക്കെ, ഇന്ന റീസൺ കൊണ്ട് എനിക്ക് നെറ്റ് കിട്ടിയിട്ടില്ല, പക്ഷെ ഐഫോണിന്റെ ക്ലാസ്സിൽ ഐഫോണിന്റെ സിസ്റ്റത്തിൽ ഞാൻ ഹാപ്പി ആയിരിക്കും എന്നെന്ത് ചെയ്യും അവർ പറയും. നിങ്ങൾക്ക് ധൈര്യമായിട്ട് എന്ത് ചെയ്യുക? അവരോട് ചോദിച്ചു നോക്കാം. അപ്പോൾ ഈ ഒരു ഇമോട്ടക് ബേസ്ഡ് ഹാപ്പി ലേണിംഗ് സിസ്റ്റമാണ് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നത് എന്നുള്ളത് തന്നെയാണ് ഐഫോണിന്റെ സക്സസിന് ഒന്നാമത്തെ വലിയ റീസൺ എന്നുള്ളത്. രണ്ടാമതുള്ളത്, നിങ്ങൾ അനീസ് സാറിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാകും. നമ്മുടെ JRF മാസ്റ്റർ ആയിട്ടുള്ള അനീസ് സാറ് ഏകദേശം 8 വ്യത്യസ്ത വിഷയങ്ങളിൽ നെറ്റും 2 വ്യത്യസ്ത വിഷയങ്ങളിൽ JRFുമുള്ള ആളാണ് എന്ത്? നമ്മുടെ അനീസ് സാറ് എന്നുള്ളത്. അപ്പം അനീസ് സാറ് എങ്ങനെ വ്യത്യസ്ത സബ്ജക്റ്റുകളിൽ നെറ്റും JRFും നേടുന്നു എന്നുള്ളത്, ആ ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഫോളോ ചെയ്യുന്നത്. അനീസ് സാറാണ് ചീഫ് മെന്റർ എന്നുള്ളത്. അപ്പൊ അനീസ് സാർ ക്ലാസ് എടുക്കുന്നത് പേപ്പർ 1 ആണെങ്കിലും മൊത്തത്തിലുള്ള സ്റ്റുഡൻസിന് എന്ത് ചെയ്യും? അനീസ് സാർ മെന്ററിങ് നടത്തിക്കൊണ്ടേയിരിക്കും. മന്ത്ലി ലൈവ് വിളിച്ചിട്ടും, അതല്ലാതെ ഇടയ്ക്കിടയ്ക്ക് ലൈവ് സെഷൻസ് വിളിച്ചിട്ട് നിങ്ങൾക്ക് പറയാനുള്ളത് കേട്ടിട്ടും, അതിനുള്ള സൊല്യൂഷൻസ് ഒക്കെ തന്നിട്ടും, അങ്ങനെ നമ്മുടെ ചീഫ് മെന്റർ ആയിട്ടുള്ള ഒരാളാണ് അനീസ് സാർ എന്നുള്ളത്. അപ്പൊ അനീസ് സാർ ജയിക്കുന്ന ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജി, 8 നെറ്റ് നേടുക എന്നുള്ളത്, 8 വ്യത്യസ്ത വിഷയങ്ങൾ നെറ്റ് നേടുക എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല എന്ന് നമുക്കറിയാം. അപ്പൊ ആ ഒരു സിസ്റ്റമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഐഫർ മൊത്തത്തിൽ ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഐഫറിൽ പഠിക്കുന്നവർക്കും എന്ത് ചെയ്യുന്നത്? നെറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതാണ്. അപ്പൊ അടുത്തൊരു റീസൺ ആണ് ഒരു മെന്റേഴ്സ് എഫക്റ്റ് എന്ന് പറയും. അപ്പൊ ഐഫറിന്റെ ഒരു മെന്റേഴ്സ് എന്നുള്ളത് എന്താണ്? അത്രയും ട്രെയിൻഡ് ആയിട്ടുള്ള മെന്റേഴ്സ് ആണ് എന്നുള്ളതാണ്. ഓക്കെ, ജസ്റ്റ് കുറച്ച് സബ്ജക്ട് നോളജ് ഉള്ള മെന്റർ എന്നതിനപ്പുറം അവർക്ക് ഇമോട്ടക് ബേസ്ഡ് ട്രെയിനിങ് കിട്ടിയിട്ടുള്ള, നല്ല സ്ട്രോങ് സബ്ജക്ട് നോളജ് ഉള്ള, കുട്ടികളുമായിട്ട് 1-to-1 നടത്താൻ നല്ല എക്സ്പെർട്ടൈസ് ആയിട്ടുള്ള മെന്റേഴ്സ് ആണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ മെന്റേഴ്സ് എല്ലാ തവണയും നെറ്റ് എക്സാം ചെയ്തിട്ടോ, അവരെന്ത് ചെയ്യും? എല്ലാ തവണയും നെറ്റ് എക്സാം ചെയ്തു. ഇത്തവണയും ഐഫറിലുള്ള എല്ലാ മെന്റേഴ്സും, ഐഫറിൽ ഉണ്ടാവുക തന്നെ നെറ്റോ JRFോ നേടിയിട്ടുള്ള മെന്റേഴ്സ് ആയിരിക്കും. എല്ലാ തവണയും എന്ത് ചെയ്യും? നെറ്റ് എക്സാം എഴുതും. കാരണം ആ നെറ്റ് എക്സാം എഴുതുമ്പോഴുള്ള സ്റ്റുഡൻറ്റിന് ഉണ്ടാവുന്ന ഒരു ഫീലിംഗ് കിട്ടാൻ വേണ്ടിയിട്ട്, അപ്പം ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഡിഫിക്കൽട്ടീസ് എത്രത്തോളമാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, എത്രയും പെട്ടെന്ന് പുതിയ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിച്ചു എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മെന്റേഴ്സ് അങ്ങനെ എന്ത് ചെയ്യുന്നത്? എല്ലാ തവണയും നെറ്റ് എക്സാം എഴുതുന്നത്, ഇത്തവണയും എഴുതിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ അവർ റിസർച്ച് നടത്തിക്കൊണ്ടേയിരിക്കും. കേവലം NTA തന്നിട്ടുള്ള സിലബസ് നോക്കിയിരിക്കാതെ എങ്ങനെ കഴിഞ്ഞ തവണത്തേതിൽ നിന്നും ഇത്തവണ റിസൾട്ട് കൂട്ടാം, കഴിഞ്ഞ തവണ നമുക്ക് വന്നിട്ടുള്ള പോരായ്മകൾ എന്തൊക്കെയാണ്, അത് എങ്ങനെയൊക്കെ മാറ്റാം, ഇത്തവണ ഏതൊക്കെ ഫീച്ചേഴ്സ് നമുക്ക് ആഡ് ചെയ്യാം, എങ്ങനെ റിസൾട്ട് കൂട്ടാം എന്നുള്ള റിസർച്ച് നടത്തിക്കൊണ്ടേയിരിക്കും. ഇപ്പം കഴിഞ്ഞ തവണ ക്വസ്റ്റ്യൻസ് കൂടുതൽ ചോദിച്ചിട്ടുള്ളത് ഡൽഹി ബേസ്ഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് പഠിപ്പിക്കുന്ന കാര്യങ്ങളാണോ, അത് PYQ ആയിട്ട് കമ്പയർ ചെയ്യുക, എന്നിട്ട് ആ ടോപ്പിക്ക് നമ്മൾ എടുക്കുക. അങ്ങനെ തുടങ്ങിയിട്ട് റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന മെന്റേഴ്സ് ആയിരിക്കും എന്നതാണ്. നിങ്ങൾക്ക് മെന്റേഴ്സിന്റെ ഒക്കെ യൂട്യൂബ് ലൈവ് ഒക്കെ കാണാൻ പറ്റും. സോ അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എങ്ങനെയാണ് നമ്മൾ ഓരോ മെന്റേഴ്സും അനലൈസ് ചെയ്യുന്നത് എന്നുള്ളത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മെന്റേഴ്സിന്റെ 1-to-1
മെന്ററിങ് ഉണ്ടാവും. ഇപ്പൊ നിങ്ങൾ മെന്റേഴ്സിന് മെസ്സേജ് അയച്ചിട്ടില്ലെങ്കിലും മെന്റേഴ്സിന് ഒരു ടാർഗറ്റ് ഉണ്ടാവും, ഓരോ ദിവസം ഇത്ര സ്റ്റുഡന്റിനെ കോൺടാക്ട് ചെയ്തിരിക്കണം എന്നുള്ളത്. അപ്പോൾ അവർ നിങ്ങളെ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. നിങ്ങളുടെ വീക്ക് ഏരിയ ഏതാണ്, അത് സ്ട്രോങ് ഏരിയ ആക്കാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യും, അവർ പറഞ്ഞുകൊണ്ടേ ഇരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള മെന്റർമാർ, അവർ അതുപോലെ തന്നെ മെന്റേഴ്സിന്റെ വീക്ക്ലി ലൈവ് സെഷൻസ് ഉണ്ടാവും. ഓക്കെ, ആ ലൈവ് സെഷൻസിൽ പറയും ആക്ടിവിറ്റി ഗ്രൂപ്പിൽ നിങ്ങൾ ഇത്ര കാര്യങ്ങൾ ചെയ്യണം, അതുപോലെ തന്നെ ഡിസ്കഷൻ ടേബിൾസിൽ നിങ്ങൾ ഇതൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള, അങ്ങനെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള എഫിഷ്യന്റ് ആയിട്ടുള്ള മെന്റേഴ്സ് ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക എന്നുള്ളതാണ്. അടുത്ത ഒരു ഓപ്ഷൻ ഇത്തവണ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള ഓപ്ഷനാണ് റീസിറ്റ് ഓപ്ഷൻ എന്നുള്ളത്. ഓക്കെ, റീസിറ്റ് ഓപ്ഷൻ എന്നുള്ളത് ഐഫർ ആദ്യമായിട്ട് ഇത്തവണ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. എന്താണ് ഈ റീസിറ്റ് ഓപ്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ഐഫറിന്റെ ക്വാളിറ്റിയിൽ നല്ല വിശ്വാസമുണ്ട്. ഓക്കെ, കാരണം ഐഫർ കഴിഞ്ഞ തവണ 2000-ഓളം ഫീഡ്ബാക്സ്, അതിലും കൂടുതൽ ഫീഡ്ബാക്സ് ഇൻഡിവിജ്വലി നമ്മൾ എടുക്കാറുണ്ട്. ഇപ്പം ഓരോ മന്ത്ലി നമ്മൾ ഫീഡ്ബാക്ക് എടുക്കും, ഓരോ വീക്കിലി നമ്മൾ ഫീഡ്ബാക്ക് എടുക്കും. അങ്ങനെ ഫീഡ്ബാക്ക് ഒക്കെ എടുത്ത് നമ്മൾ നോക്കി അനലൈസ് ചെയ്യുമ്പോൾ ഒരു 90% ആളുകളും അല്ലെങ്കിൽ 95% ആളുകളും വളരെ ഹാപ്പിയാണ് എന്നുള്ളതാണ്. ഇപ്പൊ ചെറിയ ചെറിയ കൺസേൺസ് പറയുന്ന ആളുകളും ഉണ്ട്. ടു ബി ഫ്രാങ്ക്, അതൊക്കെ നമ്മൾ അഡ്രസ് ചെയ്യാനും എന്ത് ചെയ്യലുണ്ട്, അതാത് സമയത്ത് ശ്രമിക്കലുണ്ട്. അറ്റ്ലീസ്റ്റ് ഇൻ ദ എൻഡ് എല്ലാവരും ഹാപ്പി ആയിരിക്കും എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഇത്രയും ഫീഡ്ബാക്കിൽ നിന്ന് നമ്മുടെ ക്വാളിറ്റിയിൽ നമുക്ക് അത്രയും ഉറപ്പ് വന്നിട്ടുണ്ട്. ഇത്തവണത്തെ 500-നടുത്തുള്ള വലിയൊരു റിസൾട്ട് നമുക്ക് ഉണ്ടായപ്പോൾ നമുക്ക് ആ കോൺഫിഡൻസ് ഒന്നുകൂടി കൂടിയിട്ടുണ്ട്. അഥവാ ഐഫറിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നെറ്റ് അല്ലെങ്കിൽ JRF നേടാൻ പറ്റും. അതിന് പറ്റുന്ന ക്വാളിറ്റിയുള്ള വീഡിയോ ലെസൺസ്, ക്വാളിറ്റിയുള്ള സ്റ്റഡി മെറ്റീരിയൽസ്, ക്വാളിറ്റിയുള്ള മോക്ക് ടെസ്റ്റുകളൊക്കെയാണ് നമ്മൾ കൊടുക്കുന്നത് എന്ന ഉറച്ച വിശ്വാസം ഐഫറിനുണ്ട്. അപ്പോൾ ഐഫറിലെ മെന്റേഴ്സ് പറയുന്ന രീതിയിൽ ഐഫറിന്റെ മെന്റേഴ്സ് തരുന്ന സ്റ്റഡി പ്ലാൻസ് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നെറ്റ് അല്ലെങ്കിൽ JRF കിട്ടും. അങ്ങനെ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ 2024 ജൂണിലെ പരീക്ഷയിൽ ഐഫർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഫെസിലിറ്റീസ് നിങ്ങൾ നന്നായി പഠിച്ചിട്ട് നിങ്ങൾക്ക് JRF നെറ്റോ കിട്ടിയിട്ടില്ലെങ്കിൽ 2024 ഡിസംബറിലേക്കുള്ള എക്സാമിന് നമ്മൾ എന്ത് ചെയ്യും, ഫ്രീ ആയിട്ട് അവർക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. വീഡിയോ സെഷൻസ് കിട്ടും, ലൈവ് സെഷൻസ് കിട്ടും, മെന്റേഴ്സിനെ കിട്ടും. അപ്പൊ നമ്മുടെ ഒരു കോഴ്സ് നിങ്ങൾക്ക് 2024 ഡിസംബർ വരെ ഫ്രീ ആയി കിട്ടും എന്നുള്ളതാണ്. അപ്പം നിങ്ങൾ നോക്കി ഐഫറിൽ എത്ര സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ ഇത്രയും സ്റ്റുഡൻസിന് നെറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ ഫ്രീ ആയിട്ട് എന്ത് ചെയ്യേണ്ടി വരും, ഡിസംബറിലെ ടൈമിലേക്ക് ഇത്രയും കൊടുക്കണമെങ്കിൽ എത്ര കോസ്റ്റ് ഐഫറിന് ഉണ്ടാവും എന്നുള്ളത് നമുക്കറിയാം. ഒരു വലിയ കോസ്റ്റ് തന്നെ ആയിരിക്കും. നമുക്ക് ഒരുപാട് മെന്റേഴ്സിനെ ഹയർ ചെയ്യേണ്ടി വരും. നമ്മൾ ആമസോണിലാണ് ആമസോൺ ക്ലൗഡിലാണ് വീഡിയോസ് ഒക്കെ സ്റ്റോറേജ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ അതിന് ഒരുപാട് ചെലവുണ്ട്. അപ്പോൾ വലിയ കോസ്റ്റ് ഉണ്ട്. എന്നിട്ട് ഈ ഒരു ഓപ്ഷൻ കൊടുക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കറിയാം നിങ്ങൾ പാസ്സാവുമെന്നുള്ളത്. ഓക്കെ, നമ്മളിൽ ജോയിൻ ചെയ്യുന്ന സ്റ്റുഡൻസിലും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഫെസിലിറ്റീസിലും അത്രയും കോൺഫിഡൻസ് നമുക്കുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ പറയുന്നത്. ഇത് എല്ലാവർക്കും കിട്ടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. നമ്മൾ നേരത്തെ പറഞ്ഞു, ഫേക്ക് ആയിട്ട് സെയിൽപ്പിച്ച് നമുക്ക് ചെയ്യേണ്ടതില്ല, കളവ് നിങ്ങളോട് പറയേണ്ടതില്ല. എല്ലാവർക്കും ഇത് കിട്ടൂല. ഇപ്പൊ നിങ്ങൾ ഇത്തവണ 2024 ജൂണിലേക്ക് വേണ്ടി ജോയിൻ ചെയ്തു, എന്നിട്ട് മെന്റർ പറഞ്ഞതൊന്നും കേൾക്കാതെ, ഒന്നും പഠിക്കാതെ, വീഡിയോ ലെസൺസ് ഒന്നും കാണാതെ വെറുതെ ഇരുന്നു, അങ്ങനെ നിങ്ങൾ പരീക്ഷയിൽ തോറ്റു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടൂല. ഇപ്പൊ നമ്മൾ പറയും വീഡിയോ ലെസൺസിന്റെ ഇത്ര കണ്ടിരിക്കണം, ടെസ്റ്റ് ഇത്ര അറ്റൻഡ് ചെയ്തിരിക്കണം, ഇത്ര നിങ്ങൾ വായിച്ചിരിക്കണം എന്നുള്ളത് പറയും. എല്ലാവർക്കും ഫോളോ ചെയ്യാൻ പറ്റുന്ന, ഇതുവരെ ഐഫറിൽ പഠിച്ചിട്ടുള്ള സ്റ്റുഡൻസ് ഒക്കെ ഫോളോ ചെയ്തിട്ടുള്ള ക്രൈറ്റീരിയ ആയിരിക്കും ഒരാൾക്കും. പിന്നെ ചെയ്യാൻ പറ്റാത്ത ക്രൈറ്റീരിയ ഒക്കെ തന്നിട്ട് 100% വീഡിയോ ലെസൺസ് കാണണം എന്നൊന്നും പറഞ്ഞിട്ടല്ല. കാരണം എല്ലാവർക്കും എന്ത് ചെയ്യാൻ പറ്റില്ല, അത് ഫോളോ ചെയ്യാൻ പറ്റില്ല. വീഡിയോ ലെസൺസിന്റെ ഇത്ര പിന്നെ ചെറിയ കുട്ടികൾക്ക് ഫീ ഇളവുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ഓഫറിലേക്ക് ഞാൻ ലാസ്റ്റ് വരാം. സോ അതാണ് റീസിറ്റ് ഓപ്ഷൻ എന്നുള്ളത്. ഇപ്പം നിങ്ങൾ ജോയിൻ ചെയ്ത് ഒന്നും പഠിക്കാതെ ഇരുന്ന് ഫ്രീ ആയിട്ട് അടുത്ത ടൈമിലേക്ക് കിട്ടുമല്ലോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടൂല. നിങ്ങൾ നെറ്റും JRF പഠിക്കാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം ജോയിൻ ചെയ്താൽ മതിട്ടോ. ഇപ്പൊ എൻ്റെ അടുത്ത് ഒരുപാട് പൈസയുണ്ട്, അപ്പൊ കുറച്ച് പൈസ ഐഫറിന് കൊടുക്കാം, എന്നിട്ട് പഠിക്കൊന്നും വേണ്ട എന്ന് വിചാരിച്ചിട്ട് ആരും എന്ത് ചെയ്യണ്ട, ജോയിൻ ചെയ്യാൻ വരണ്ട. നിങ്ങൾ പൈസ അടച്ച് ജോയിൻ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ പഠിക്കാൻ തീരുമാനിച്ചിട്ട് മാത്രം ജോയിൻ ചെയ്താൽ മതിട്ടോ. അങ്ങനെ പഠിക്കാത്ത സ്റ്റുഡൻസിന് ഐഫറിന് വേണ്ട. ഓക്കെ, അപ്പോൾ പഠിക്കാതെ സ്റ്റുഡൻസ് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് ഭയങ്കര നഷ്ടമാണ്.
കാരണം ഒന്നും പഠിക്കാതിരുന്നു കഴിഞ്ഞാൽ അവർക്ക് നെറ്റ് കിട്ടില്ല, നമ്മളെ റെസ്പോൺസിബിലിറ്റി വളരെ കൂടും. അപ്പൊ നന്നായി പഠിക്കുന്ന നെറ്റോ JRF നേടണം എന്ന് ഉറപ്പുള്ള, അതിനുവേണ്ടി പ്രിപ്പറേഷൻ നടത്തണം എന്ന് തീവ്ര ആഗ്രഹമുള്ള ആളുകൾ മാത്രം എന്ത് ചെയ്താൽ മതി, ജോയിൻ ചെയ്താൽ മതി എന്നുള്ളതാണ്. അങ്ങനത്തെ ആളുകൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന ക്രൈറ്റീരിയാസ് ആയിരിക്കും ഉണ്ടാവുക. അങ്ങനെ അവർ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ JRF കിട്ടും, അല്ലെങ്കിൽ മിനിമം നെറ്റെങ്കിലും കിട്ടും. എന്നിട്ടും കിട്ടിയിട്ടില്ലെങ്കിൽ അടുത്തൊരു ടൈമിലേക്ക് കംപ്ലീറ്റ് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും, കിട്ടും എന്നുള്ളതാണ്. അപ്പൊ അതാണ് റീസിറ്റ് ഓപ്ഷൻ എന്നുള്ളത്. സോ ഇതാണ് ഐഫറിന്റെ പ്രധാനപ്പെട്ട റീസൺസ്, ഐഫറിൽ ആളുകൾ സക്സസ് ആവാൻ ഉള്ളത് എന്നുള്ളത്. ഈ കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് നോക്കാം. റീസിറ്റ് ഓപ്ഷൻ നമ്മൾ പറഞ്ഞു. ദെൻ JRF ക്ലബ്ബ് എന്നുള്ളതാണ്. അപ്പൊ JRF ക്ലബ്ബ് എന്നുള്ളത് കഴിഞ്ഞ തവണ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു ഓപ്ഷനാണ്, ഒരു ഫീച്ചറാണ്. ഇത്തവണ എല്ലാ സബ്ജക്റ്റിലും JRF ക്ലബ്ബ് തുടങ്ങാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. നമ്മൾ തുടങ്ങുകയും ചെയ്യും. പിന്നെ കൊമേഴ്സിലും അതുണ്ടാവും. ഇപ്പൊ ബേസിക്കലി ഇപ്പം നമ്മളിപ്പോ കാണുന്നത് ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ 15, ഏപ്രിൽ 20 കൂടിയിട്ട് സിലബസ് കവർ ചെയ്യണം എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് ജൂണിലാണല്ലേ എക്സാം, പിന്നെ മെയ് ലാസ്റ്റ് 25-ന് സിലബസ് കവർ ചെയ്താൽ മതിയില്ലേ എന്നൊക്കെ ചോദിക്കാം. പക്ഷെ നമ്മൾ കാണുന്നത് ഇപ്പം നമ്മൾ ജോയിൻ ചെയ്ത സ്റ്റുഡൻസിന് ഒരു ഏപ്രിൽ 15 കൂടിയിട്ട് അല്ലെങ്കിൽ ഏപ്രിൽ 20 കൂടിയിട്ട് സിലബസ് കവർ ചെയ്തിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ആ രീതിയിലാണ് നമ്മൾ നേരത്തെ കാണിച്ചു തന്ന ലൈവ് സ്കെഡ്യൂളുകളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. എന്തിനാണ് അത് പിന്നെ അങ്ങനെ ചെയ്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ ടൈം ആകുമ്പോഴത്തേനും എല്ലാ ടോപ്പിക്കിലും ആളുകൾക്ക് കോൺസെപ്റ്റൽ ഐഡിയ ഉണ്ടായിരിക്കണം ഏപ്രിൽ ലാസ്റ്റ് ആകുമ്പോഴേക്കും. ഓക്കെ, ഏപ്രിൽ 15, 20 ആകുമ്പോഴേക്കും. പിന്നുള്ള അവസാനത്തെ ഒരു 2 മാസം അല്ലെങ്കിൽ 1.5 മാസം എന്നുള്ളത് JRFന് വേണ്ടി ട്രൈ ചെയ്യേണ്ട മാസമാണ്. JRFന് തീവ്രമായി ട്രൈ ചെയ്യാനും അതിൽ നിങ്ങൾക്ക് ടാസ്കുകൾ ഉണ്ടാവും. ഓക്കെ, വെറുതെ ഒരുപാട് JRF ഫോക്കസ് ആയിട്ടുള്ള വീഡിയോ ലെസൺസ് തരികയല്ല ചെയ്യാം. നാളെ ഇത്ര കാര്യങ്ങൾ പഠിച്ച് ഇത്ര ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്ത് വരണമെന്ന് പറയും. എന്നിട്ട് അതിന് ബേസ് ചെയ്തിട്ട് ക്ലാസ് ഉണ്ടാവും. ചിലപ്പം പുറത്താക്കും കേട്ടോ, JRF ക്ലബിന്റെ ഗ്രൂപ്പ് എന്നൊക്കെ പുറത്താക്കും. നിങ്ങൾ തീരെ പഠിച്ചിട്ടില്ലെങ്കിൽ, പറഞ്ഞ ടാസ്കുകളൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ ചിലപ്പോൾ എന്ത് ചെയ്യും, പുറത്താക്കും. പിന്നെ അവർ പഠിച്ചു കഴിഞ്ഞാൽ തിരിച്ചെന്ത് ചെയ്യും, JRF ക്ലബിലേക്ക് ആഡ് ചെയ്യും. അപ്പോൾ അങ്ങനെ വളരെ തീവ്രമായിട്ട് JRFനെ ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു ടൈം ആയിരിക്കും അത് എന്നുള്ളത്. അതിൽ എല്ലാവർക്കും ജോയിൻ ചെയ്യണം എന്ന് നിർബന്ധമൊന്നും ഉണ്ടാവില്ല. ഓക്കെ, ഇപ്പൊ നെറ്റ് മാത്രം ആഗ്രഹിച്ചിരിക്കുന്ന ആളുകൾക്ക് അതിൽ ജോയിൻ ചെയ്യേണ്ട കാര്യമില്ല. അതിൽ JRF ഫോക്കസ് ചെയ്തിട്ട് JRF കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളെ ഫോക്കസ് ചെയ്തിട്ടുള്ളതായിരിക്കും JRF ക്ലബ്ബ് എന്നുള്ളത്. സോ അതും നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫീച്ചറാണ്. കാരണം അടുത്ത തവണ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്, നമ്മൾ പറഞ്ഞു പിന്നെ 100 JRF ആണ് എന്നുള്ളത്. നിർഭാഗ്യവശാൽ ഇത്തവണയും കഴിഞ്ഞ തവണയും നമുക്ക് 50-ന് 46, 47, 50-ന് JRF ആണുള്ളത്. അപ്പം അടുത്ത തവണ 100 JRF എന്നുള്ളത് മാത്രമാണ് നമ്മളെ സാറ്റിസ്ഫൈ ചെയ്യിക്കുന്ന കാര്യം എന്നുള്ളത്. അതിന് JRF ഉയർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ, കൂടുതൽ ആളുകൾക്ക് JRF കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ JRF ക്ലബ്ബ് എന്നുള്ള ഒരു ഫീച്ചർ കൊണ്ടുവന്നിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. പിന്നെ ARF ആണ്. ARF എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐഫർ റിസർച്ച് ഫെലോഷിപ്പ് ആണ് കേട്ടോ. ഐഫർ റിസർച്ച് ഫെലോഷിപ്പ് ആണ്. ഐഫർ റിസർച്ച് ഫെലോഷിപ്പ്. ഇത് എല്ലാ ടേമിലും നമ്മൾ എന്ത് ചെയ്യും, ഒരു തവണ ഐഫർ റിസർച്ച് ഫെലോഷിപ്പ് നടത്തും. ARF എക്സാം കറക്റ്റ് 150 ക്വസ്റ്റ്യൻസിന്. ഇപ്പൊ പേപ്പർ വണ്ണിൽ നിന്ന് 50 ക്വസ്റ്റ്യന്, അതുപോലെ തന്നെ പേപ്പർ 2-ൽ നിന്ന് 100 ക്വസ്റ്റ്യന്, അങ്ങനെ 150 ക്വസ്റ്റ്യനും 3 മണിക്കൂറുമുള്ള കറക്റ്റ്. സൺഡേ ഒക്കെ ആയിരിക്കും ഉണ്ടാവുക, വൈകുന്നേരം 2 മണി മുതൽ 5 മണി വരെ, അല്ലെങ്കിൽ 10 മണി മുതൽ 1 മണി വരെ. ഈ രീതിയിൽ കറക്റ്റ് നെറ്റ് എക്സാമിന്റെ പോലെ തന്നെയുള്ള ഒരു എക്സാമാണ് ARF എക്സാം എന്നുള്ളത്. ഓക്കെ, ഇത് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഇത്തവണ നിങ്ങൾക്ക് നെറ്റോ JRF കിട്ടുമോ എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. ഞാനൊരു വണ്ടർ ആയിട്ടുള്ള ഒരു ഡാറ്റ പറഞ്ഞു തരാം. ഇത്തവണ റിസൾട്ട് വന്നപ്പോൾ നമ്മൾ ആദ്യം ചെയ്തൊരു വർക്ക്, ഇത്തവണ ഇപ്പൊ ഡിസംബറിൽ പിന്നെ ഉള്ള എക്സാം നടന്ന സമയത്ത് നവംബറിൽ നടന്ന ARF വിന്നർ ആയിട്ടുള്ള എത്ര ആളുകൾക്ക് നെറ്റോ JRF കിട്ടി എന്നുള്ളതാണ് നമ്മൾ ഒരു സർവേ നടത്തി. സർവേ അല്ല, നമ്മൾ ചോദിച്ചു നമ്മളെ മെന്റേഴ്സിനോട്. അപ്പം നമുക്ക് മനസ്സിലായി. ആ ഒരു കണക്ക് ഞാൻ പറഞ്ഞു തരാം. 72.7%. ഓക്കെ, നമ്മുടെ മുഴുവൻ സബ്ജക്റ്റുകളിൽ ARF നടന്ന സബ്ജക്റ്റുകളിൽ 72.7% ആളുകൾക്കും, ARF വിന്നർ ആയിട്ടുള്ള 72.7% ആളുകൾക്കും ഒന്നെങ്കിൽ നെറ്റ് കിട്ടി അല്ലെങ്കിൽ JRF കിട്ടി എന്നുള്ളതാണ്. ഓക്കെ, സോ നമ്മൾ ഐഫറിലെ മെന്റേഴ്സ് ഉണ്ടാക്കിയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ARFിലുള്ളത്. ഐഫറിലെ മെന്റേഴ്സ് ഉണ്ടാക്കിയിട്ടുള്ള പേപ്പർ 1-ലെയും പേപ്പർ 2-ലെയും ക്വസ്റ്റ്യൻ ആണ് ARF നമ്മൾ ചോദിച്ചിട്ടുള്ളത്.
അതിൽ വിജയിച്ചിട്ടുള്ള 72.7% ആളുകൾക്കും നെറ്റോ അല്ലെങ്കിൽ JRF കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കി എത്രത്തോളം ടഫ്നെസ് ആയിരിക്കും ആ ക്വസ്റ്റ്യൻ ഉണ്ടാവുക എന്നുള്ളത്, എത്രത്തോളം എക്സ്പെർട്ടൈസ് ചെയ്ത ആളുകളായിരിക്കും ആ ക്വസ്റ്റ്യൻ ഇട്ടിട്ടുണ്ടാവുക എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി അല്ലെ. അപ്പൊ വളരെ സിമ്പിൾ ആയിട്ടാണ് ഒരു ക്വസ്റ്റ്യൻ ഉള്ളതെങ്കിൽ അത് പാസ്സായ ആൾ ചിലപ്പോൾ നെറ്റ് എക്സാമിന് ചിലപ്പോൾ പാസ്സാവാൻ ചാൻസ് ഇല്ല. ഇത്രയും വലിയൊരു പെർസെന്റേജ് പാസ്സാവാൻ കാരണം അത്രയും എക്സ്പെർട്ടൈസ് ചെയ്തിട്ടുള്ള മെന്റേഴ്സ് ആണ് നമുക്കുള്ളത്, അത്രയും എക്സ്പെർട്ടൈസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്കുള്ളത് എന്നുള്ളത് കൊണ്ടാണ്. ഓക്കെ, ഇത്തവണ ARF പോലെ തന്നെ ARFന്റെ വിജയിച്ച ആളുകൾക്ക് ഐഫറിന്റെ വക ഫെലോഷിപ്പ് ഉണ്ടാവും കേട്ടോ. ഒരു എമൗണ്ട് ഉണ്ടാവും അവർ PhDക്ക് ജോയിൻ ചെയ്യുമ്പോൾ. അതിനേക്കാൾ ഉപരി ഇത് നെറ്റ് എക്സാം കറക്റ്റ് എഴുതിയൊരു ഫീലിംഗ് ഉണ്ടാവും. നെറ്റ് എക്സാം എഴുതുന്നതിന് മുമ്പ് നെറ്റ് എക്സാം എഴുതി കറക്റ്റ് ഫീലിംഗ് ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പം അത് ഇത്രയും വലിയൊരു സക്സസ് 72.7% ആളുകളെയും അതിൽ ജയിച്ചിട്ടുള്ള ആളുകൾ നെറ്റോ JRF നേടി എന്നുള്ളത് കൊണ്ട് തന്നെ ഇത്തവണ നമ്മൾ മന്ത്ലി മെഗാമോക്ക് കൂടി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതായത് നേരത്തെ പറഞ്ഞ രീതിയിൽ പേപ്പർ 1-ന് 50 ക്വസ്റ്റ്യനും പേപ്പർ 2-ന് 100 ക്വസ്റ്റ്യനും അടക്കം 150 ക്വസ്റ്റ്യൻസിന്റെ ഒരു എക്സാം, ഒരു 3 hours എക്സാം ഇത്തവണ എല്ലാ മാസവും ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. നമുക്ക് മോക്ക് ടെസ്റ്റ് ഒക്കെ ഉണ്ട് കേട്ടോ എല്ലാ ആഴ്ചയും. പിന്നെ 50 ക്വസ്റ്റ്യൻസിന്റെ മോക്ക് ടെസ്റ്റ് ഉണ്ട്, ഡെയിലി ടെസ്റ്റ് ഉണ്ട്, PYQ ഉണ്ട്, അതുപോലെ തന്നെ CPYQ ഉണ്ട്. അപ്പൊ ഒരുപാട് ക്വസ്റ്റ്യൻസ് പല രീതിയിൽ നമുക്കുണ്ട്. അതിനൊക്കെ പുറമെയാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ ARF മന്ത്ലി മെഗാമോക്ക് മാത്രമാണെന്ന് കരുതരുത്. എല്ലാ ആഴ്ചയും മോക്ക് ടെസ്റ്റും എല്ലാ ദിവസവും ഡെയിലി ടെസ്റ്റും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനും കാറ്റഗറൈസ്ഡ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനും കാറ്റഗറൈസ്ഡ് പ്രാക്ടീസ് ടെസ്റ്റും PYQ അല്ലാതെ സബ്ജക്ട് വൈസ് ഐഫറിലെ മെന്റേഴ്സ് ഉണ്ടാക്കിയ സബ്ജക്ട് വൈസ് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ അതിന് പുറമെയാണ് ARF ഈ പറഞ്ഞിട്ടുള്ള മന്ത്ലി മെഗാമോക്ക് എന്നുള്ളത്. ഇപ്പൊ ഈ മാസത്തെ മന്ത്ലി മെഗാമോക്ക് അടുത്ത ആഴ്ചയിൽ എന്ത് ചെയ്യും നടക്കാൻ പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു 6 തവണ കറക്റ്റ് നെറ്റ് എക്സാം എഴുതിയ ഒരു ഫീൽ കിട്ടും. അപ്പൊ അങ്ങനെ നിങ്ങൾ നെറ്റ് എക്സാമിന് പോകുമ്പോൾ നെറ്റ് എക്സാം വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും അനുഭവപ്പെടും എന്നുള്ളതാണ്. ദെൻ സ്റ്റഡി പ്ലാൻ നേരത്തെ നമ്മൾ പറഞ്ഞു, മെന്റേഴ്സ് ഇൻഡിവിജ്വലൈസ്ഡ് സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് തരും എന്നുള്ളതാണ് അതിലെ അടുത്തൊരു ഐഫറിന്റെ യുണീക്ക് ഫീച്ചർ എന്നുള്ളത്. ദെൻ വർക്ക് ചെയ്യുന്നവർക്ക് നടക്കുമോ എന്നുള്ളതാണ്. വർക്ക് ചെയ്യുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടത് അവർക്ക് വർക്കില്ലാത്ത രാവിലെ, ഇപ്പൊ സാധാരണ ഐഫറിലുള്ള ആളുകൾക്ക് രാവിലെ 4 മണിക്ക് എണീച്ചിട്ടും അതുപോലെ തന്നെ രാത്രിയും ഒക്കെ ഡിസ്കഷൻ ടേബിളൊക്കെ പങ്കെടുത്തിട്ടും ഒക്കെയാണ് അവർ എന്ത് ചെയ്യുന്നത് അത് പഠിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പൊ കഴിഞ്ഞ തവണ ഞാൻ JRF ക്ലബിനെ കുറിച്ച് പറഞ്ഞല്ലോ. അപ്പൊ അനീസാർ കഴിഞ്ഞ തവണ JRF ക്ലബിന്റെ ക്ലാസ്സുകൾ എടുത്തത് രാവിലെ 5 മണി മുതൽ 7 മണി വരെയാണ് കേട്ടോ. പിന്നെ കുട്ടികൾ എക്സാമിന്റെ ടൈമിന് ഇത് 4:30 തുടങ്ങാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അനീസാർ 4:30 തുടങ്ങി. പിന്നെ കുട്ടികൾ ഇത് 4 മണിക്ക് തുടങ്ങാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അനീസാർ 4 മണിക്ക് തുടങ്ങി രാവിലെ. അങ്ങനെ 4 മണി മുതൽ 7 മണി വരെയൊക്കെ ആയിരുന്നു JRF ക്ലബ്ബ് എന്നുള്ളത്. സോ ആ ഒരു ടൈമിൽ കൂടി സ്റ്റുഡൻസ് ആവശ്യപ്പെട്ടതിനനുസരിച്ച് 5 മണിക്കുള്ള ക്ലാസ് 4 മണിക്ക് തന്നെ ആക്കിയിട്ടുണ്ട്. ഇത്തവണയും അതേ രീതിയിൽ പേപ്പർ 1 JRF ക്ലബ്ബ് രാവിലെയും അതുപോലെ തന്നെ പേപ്പർ 2 JRF ക്ലബ്ബ് ഒക്കെ ഈവനിങ് ഒക്കെ ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത് പ്ലാൻ ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. ദെൻ ടോപ്പിക് വൈസ് ലൈവ് സ്കെഡ്യൂൾ എന്നുള്ളത് നമ്മൾ പറഞ്ഞു, നമ്മൾ കാണിച്ചു തന്നു. ദെൻ ലേറ്റസ്റ്റ് ബുക്ക് എന്നുള്ളത്. സോ നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ ഇത്തവണത്തെ ബുക്ക് വളരെ സ്റ്റുഡന്റ് ഫ്രണ്ട്ലി ആയിട്ട് നമ്മൾ ഇറക്കും. എല്ലാ തവണയും എക്സാം കഴിഞ്ഞ് ഒരു 1 വീക്കിനുള്ളിൽ തന്നെ പേപ്പർ 1 ബുക്ക് ഇറക്കും. പേപ്പർ 1 ഏകദേശം 15ഓളം സെറ്റുകളിൽ വ്യത്യസ്തമായിട്ടുള്ള 15ഓളം സെറ്റുകൾ അഥവാ വ്യത്യസ്തമായ 15ഓളം 50 ക്വസ്റ്റ്യൻസ് നമുക്ക് ഉണ്ടാവും. അതൊരു 1 വീക്കിനുള്ളിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യും ഔട്ട് ചെയ്യും എന്നുള്ളതാണ്. അത് ഫസ്റ്റ് നമ്മുടെ സ്റ്റുഡൻസിനാണ് കേട്ടോ കൊടുക്കുക. ഫസ്റ്റ് നമ്മൾ സ്റ്റുഡൻസിന് കൊടുക്കും. പിന്നെ കുറച്ച് കഴിഞ്ഞ് സ്റ്റുഡൻസ് അത് നോക്കി കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ പബ്ലിക്കിലേക്ക് അത് അവൈലബിൾ ആക്കുക. അതുപോലെ പേപ്പർ 2ന്റെയും ബുക്ക് നിങ്ങൾക്ക് എല്ലാ 100 ക്വസ്റ്റ്യനും NTA ഇപ്രാവശ്യം ചോദിച്ചിട്ടുള്ള 100 ക്വസ്റ്റ്യനും ഒരു ബുക്കായിട്ട് ഒരു PDF ആയിട്ട് കിട്ടും. അതിന്റെ ആൻസർ കീയും നിങ്ങൾക്ക് കിട്ടും. ഐഫറിലെ PYQയിൽ എന്ത് ചെയ്യും ഐഫറിലെ സ്റ്റുഡൻസിന് അതിന് എക്സ്പ്ലനേഷനും കിട്ടും കേട്ടോ. നോർമലി നമ്മൾ പുറത്തേക്ക് ഔട്ട് ചെയ്യുക ക്വസ്റ്റ്യനും അതിന്റെ ആൻസർ കീയും മാത്രമാണ്. ഐഫറിലെ സ്റ്റുഡൻസിന് അതിന്റെ എക്സ്പ്ലനേഷനും ഓരോ ക്വസ്റ്റ്യനും A ആണ് ആൻസർ എങ്കിൽ എന്തുകൊണ്ട് A ആൻസർ ശരിയായി, B ആണ് ശരിയെങ്കിൽ എന്തുകൊണ്ട് B ശരിയായി എന്നുള്ള എക്സ്പ്ലനേഷൻ കൊടുക്കും കേട്ടോ. ഐഫറിന്റെ എല്ലാ ടെസ്റ്റുകൾക്കും എക്സ്പ്ലനേഷൻ ഉണ്ടാവും കേട്ടോ. ഡെയിലി ടെസ്റ്റ് ആണെങ്കിലും PYQ ആണെങ്കിലും CPYQ ആണെങ്കിലും മോക്ക് ടെസ്റ്റ് ആണെങ്കിലും മന്ത്ലി മെഗാമോക്ക് ആണെങ്കിലും ARF ആണെങ്കിലും ഒക്കെ എന്തുണ്ടാവും ക്വസ്റ്റ്യൻസിന് എക്സ്പ്ലനേഷൻസും ഉണ്ടാകും എന്നുള്ളതാണ്. യെസ്, JRF ക്ലബിൽ ജോയിൻ ചെയ്യണമെങ്കിൽ ഐഫറിലെ സ്റ്റുഡൻസിന് ഉള്ള പ്രീമിയം ഫീച്ചർ ആണ് കേട്ടോ JRF ക്ലബ്ബ് എന്നുള്ളത്. സോ ആ ടൈം എല്ലാവർക്കും പറ്റില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. സോ JRF ക്ലബ്ബ് എന്നുള്ളത് നമ്മൾ പറഞ്ഞു കുറച്ചൊക്കെ ഒരു ത്യാഗം സഹിക്കാൻ തയ്യാറായിട്ടുള്ള JRFന് വേണ്ടി തീവ്രമായിട്ട് ശ്രമിക്കുന്ന ആളുകൾക്കുള്ളതാണ്. അപ്പോൾ അതല്ലാത്ത ആളുകൾക്ക് നോർമൽ JRF ക്ലബ്ബ് അറ്റൻഡ് ചെയ്യാതെയും JRF ഒക്കെ കിട്ടുന്ന ആളുകളുണ്ട്. പക്ഷെ ഇത് ഒന്നുകൂടി ഫോക്കസ്ഡ് ആയിട്ട് ഒന്നുകൂടി നമ്മുടെ സ്റ്റുഡൻസിന്റെ ഭാഗത്തു നിന്നും ട്രൈ വേണ്ട ഒരു ഫീച്ചറാണ് JRF ക്ലബ്ബ് എന്നുള്ളത്. ദെൻ പ്രോഗ്രസ് റിപ്പോർട്ട് നേരത്തെ കാണിച്ചു തന്നു. PYQ നമ്മൾ ഡിസ്കസ് ചെയ്തു, CPYQ നമ്മൾ ഡിസ്കസ് ചെയ്തു.
ദെൻ ഹാപ്പിനെസ് ഓഫീസേഴ്സ് നമ്മൾ നേരത്തെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. ദെൻ ഫീഡ്ബാക്ക് ഓപ്ഷൻ നമ്മൾ പറഞ്ഞു. ഓരോ അനിസാർ ലൈവ് ക്ലാസ്സിലും ഓരോ ഫാക്കൽറ്റീസും ലൈവ് ക്ലാസ്സിലും വീക്ക്ലി കോർഡിനേറ്ററും എന്തെങ്കിലും നിങ്ങളോട് ചോദിക്കും, ഈ ഒരു ആഴ്ച നടന്ന ക്ലാസ്സുകളിൽ എന്തെങ്കിലും മനസ്സിലാവാത്തതുണ്ടോ എന്നുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ആ ഒരു അതൊരു ആഴ്ചയിലെ വീക്ക്ലി ലൈവിന് വേണ്ടിയിട്ടോ അനിസാർ ലൈവിന് വേണ്ടിയിട്ടോ ഒന്നും കാത്തു നിൽക്കേണ്ടതില്ല. നിങ്ങൾ മെന്ററിനോട് അപ്പോൾ തന്നെ മെസ്സേജ് അയക്കുക, ഇന്ന് നടന്ന ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടില്ല, ഈ ടീച്ചർ പറഞ്ഞത് എനിക്ക് മനസ്സിലായിട്ടില്ല എന്നുള്ളത് പറയാം. ഇനി അല്ലെങ്കിൽ ഹാപ്പിനെസ് ഓഫീസറോട് നിങ്ങൾക്ക് പറയാം, അല്ലെങ്കിൽ ഗ്രൂപ്പിൽ ഫീഡ്ബാക്ക് ഫോം അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും, അത് എല്ലാ ദിവസവും നമ്മുടെ ടീം മെമ്പേഴ്സ് നോക്കും, അതിൽ നിങ്ങൾക്ക് പറയാം. അല്ലെങ്കിൽ വീക്ക്ലി ലൈവിൽ മെന്റേഴ്സിനോട് പറയാം, അനീസാർ ക്ലാസ്സിൽ പറയാം. സോ ഇത് നമ്മൾ ചോദിക്കട്ടോ. ഇപ്പൊ കഴിഞ്ഞ തവണയൊക്കെ എക്സാമിന്റെ ഒക്കെ കുറച്ച് മുമ്പായിട്ട് അതുപോലെ ഓരോ മാസങ്ങളിലും കംപ്ലീറ്റ് ഐഫല സ്റ്റുഡൻസിനെയും മീറ്റിംഗ് വിളിക്കും. ഓക്കെ, കംപ്ലീറ്റ് എല്ലാ വിഷയങ്ങളിലും പഠിക്കുന്ന ഐഫല സ്റ്റുഡൻസിനെ മീറ്റിംഗ് വിളിക്കും. എന്നിട്ട് ചോദിക്കും ഏതെങ്കിലും ക്ലാസ്സിലോ മെറ്റീരിയൽസിലോ ക്വസ്റ്റ്യൻസിലോ നിങ്ങൾക്ക് കൺസേൺ ഉണ്ടോ എന്നുള്ളത്. കാരണം അത് ചോദിക്കാനുള്ള കാരണം നമ്മൾ ആ ഹൈലി കോൺഫിഡന്റ് ആണ്, ഒരു സ്റ്റുഡന്റ് പോലും കൺസേൺ പറയില്ല എന്നുള്ളത്. അത്രയും ക്വാളിറ്റി ഉള്ള കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് സ്റ്റുഡൻസിന് കൊടുക്കുന്നത് എന്നുള്ളത്. സോ അതൊക്കെയാണ് നമ്മുടെ ഒരു കോൺഫിഡന്റ് എന്നുള്ളത്. അതുപോലെ PYQ ഡിസ്കഷൻ നമ്മൾ പറഞ്ഞു. പേപ്പർ 1 ഏകദേശം ഇത്തവണ 14ഓളം സെറ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അഥവാ 14x50 ക്വസ്റ്റ്യൻ ഉണ്ടാവും. കംപ്ലീറ്റ് പേപ്പർ 1 ക്വസ്റ്റ്യൻസും ലൈവായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഈ ടൈമത്തെ ഡിസ്കസ് ചെയ്യും. അതുപോലെ തന്നെ ലാസ്റ്റ് ടൈമിൽ ഡിസ്കസ് ചെയ്ത കംപ്ലീറ്റ് വീഡിയോ ലെസൺസ് നമ്മുടെ അടുത്തുണ്ട്. അതിന്റെ മുമ്പത്തെ ടൈമത്തെ ഡിസ്കസ് ചെയ്തതുണ്ട്, അത് നിങ്ങൾക്ക് അവൈലബിൾ ആക്കി തരും. ലേറ്റസ്റ്റ് 14 സെറ്റിലെ കംപ്ലീറ്റ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യും. കൊമേഴ്സിലെയും ഇത്തവണത്തെയും കഴിഞ്ഞ തവണത്തെയും ഒക്കെ PYQ കംപ്ലീറ്റ് നമ്മൾ എന്ത് ചെയ്യും, ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ കംപ്ലീറ്റ് PYQ പഠിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പോകാൻ പറ്റും. ലൈവിൽ അത് ഡിസ്കസ് ചെയ്യുകയും ചെയ്യും, ആപ്പിൽ നിങ്ങൾക്ക് അത് അറ്റൻഡ് ചെയ്യാനും പറ്റും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഓരോന്നിനും സബ്ജക്ട് വൈസ് പ്രിപ്പറേഷൻ സ്ട്രാറ്റജീസ് ഉണ്ടാവും. നേരത്തെ പറഞ്ഞു, ഓരോ സബ്ജക്റ്റിലും സ്ട്രോങ് ആയിട്ട് എക്സ്പെർട്ടൈസ് ആയിട്ടുള്ള മെന്റേഴ്സ് നിങ്ങൾക്ക് ഉണ്ടാകും. അപ്പം ഓരോ സബ്ജക്റ്റിനും എങ്ങനെ പഠിക്കണം എന്നുള്ളത് കൃത്യമായിട്ട് അനലൈസ് ചെയ്യുന്ന എക്സ്പെർട്ടൈസ് ആയിട്ടുള്ള മെന്റേഴ്സ് ആയിരിക്കും. അപ്പോൾ അവർ അതിനനുസരിച്ചുള്ള ഇൻഡിവിജ്വലി പ്രിപ്പറേഷൻ സ്ട്രാറ്റജീസ് നിങ്ങൾക്ക് തരും എന്നുള്ളതാണ്. യെസ്, ബാച്ച് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം അതിൽ കഴിഞ്ഞിട്ടുള്ള വീഡിയോ ലെസൺസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടും. അപ്പം കാരണം അതിന്റെ റെക്കോർഡിംഗ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ അതൊക്കെ നമ്മൾ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് എന്ത് ചെയ്യും, അവസാനം റിവിഷന്റെ സമയത്തൊക്കെ എടുക്കും. പുതിയൊരു ബാച്ച് ഒക്കെ പിന്നീട് തുടങ്ങുമ്പോൾ അതിന്റെ കൂടെ എന്ത് ചെയ്യും, എടുക്കും എന്നുള്ളതാണ്. അങ്ങനെ ഒരാൾക്ക് ഒരു ക്ലാസ് മിസ്സാകുന്ന ഒരു സിറ്റുവേഷൻ ഇപ്പം ഉണ്ടാവില്ല എന്നുള്ളതാണ്. ദെൻ പോഡ്കാസ്റ്റ്, നേരത്തെ നമ്മൾ പറഞ്ഞു ഇൻകൺസിസ്റ്റൻസി എന്നുള്ളത് ഒരു ഫെയിലിയർ, ഒരു റീസൺ ഫോർ ഫെയിലിയർ ആണ് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ പറഞ്ഞു. കൺസിസ്റ്റൻസി എന്നുള്ളത് ഫെയിലിയർ ആണ് എന്നുള്ളത്, ഫെയിലിയറിന്റെ റീസൺ ആണ് എന്നുള്ളത്. സോ നമുക്ക് പോഡ്കാസ്റ്റ് ഉണ്ടാവും. ഇപ്പൊ അനീസാർ തന്നെ ആയിരിക്കും ചീഫ് മെന്റർ ആയിട്ടുള്ള 8 വ്യത്യസ്ത വിഷയങ്ങൾ നെറ്റും 2 വ്യത്യസ്ത വിഷയങ്ങൾ JRF നേടിയിട്ടുള്ള അനീസാർ തന്നെ ആയിരിക്കും മേജർ ആയിട്ട് എന്ത് ചെയ്യുക, പോഡ്കാസ്റ്റുകൾ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ JRF ഹോൾഡേഴ്സ് ആയിട്ടുള്ള ആളുകളുടെ അനുഭവങ്ങൾ, ഇപ്പം 2 കുട്ടികൾ ഉണ്ടായിട്ട് ചെറിയ കുട്ടികൾ ഉണ്ടായിട്ട് നെറ്റ് നേടിയിട്ടുള്ള JRF നേടിയിട്ടുള്ള അമ്മമാരുടെ പോഡ്കാസ്റ്റ്, അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടും. അപ്പൊ ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ആ കൺസിസ്റ്റൻസി നിലനിർത്താനും ഇൻസ്പയർഡ് ആവാനും പറ്റും എന്നുള്ളതാണ്. ദെൻ ഫീ, ചിലപ്പം ഫീനെ കുറിച്ച് നിങ്ങൾക്ക് കൺസേൺ ഉണ്ടാവും. ഐഫറിൽ എന്തുകൊണ്ട് ഇത്ര വലിയ ഫീ എന്നുള്ളത്, മറ്റുള്ള നെറ്റ് സ്ഥാപനങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഐഫറിൽ എന്തുകൊണ്ട് ഇത്രയും വലിയ ഫീ എന്നുള്ള ഒരു ഡൗട്ട് നമുക്ക് ഉണ്ടാവും. അപ്പൊ ഐഫറിൽ എന്തുകൊണ്ട് ഇത്ര വലിയ ഫീ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഐഫറിലുള്ളത് ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള ഫാക്കൽറ്റീസ് ആണ്. ഓക്കെ, നമ്മളൊരു ഓൺലൈൻ ആണ്, കാരണം ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ഫാക്കൽറ്റീസ് ഓൺലൈൻ ആകുമ്പോൾ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഏറ്റവും മികച്ച ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഹൈലി എക്സ്പെർട്ടൈസ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് ആകുമ്പോൾ നമുക്ക് എന്ത് വേണ്ടി വരും, ആ ഫാക്കൽറ്റീസിന് കൊടുക്കുന്ന റെമ്യൂണറേഷൻ നമുക്ക് നല്ല ഹൈ റെമ്യൂണറേഷൻ കൊടുക്കേണ്ടി വരും. അതുപോലെ നമുക്കുള്ള സബ്ജക്ട് മെന്റേഴ്സ് എന്നുള്ളത് ഹൈലി സ്ട്രോങ് ആയിട്ടുള്ള ഹൈലി ട്രെയിൻഡ് ആയിട്ടുള്ള മെന്റേഴ്സ് ആണ്. അപ്പൊ ആ മെന്റേഴ്സിന് നമ്മൾ സാലറി എന്ത് ചെയ്യേണ്ടി വരും, വലിയ സാലറി നമുക്ക് കൊടുക്കേണ്ടി വരും. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കേവലം വീഡിയോ ലെസൺസ് എന്നുള്ളതിനപ്പുറം നമുക്ക് ഇവിടെ ഹാപ്പിനെസ് ഓഫീസേഴ്സ് ഉണ്ട്, ഒരു ഹാപ്പി ലേണിംഗ് എക്കോസിസ്റ്റം ഉണ്ട്, ഒരു ഇമോടെക് ബേസ്ഡ് എക്കോസിസ്റ്റം ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ അതിന് നമുക്ക് എന്തുണ്ട്, ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ട്രെയിൻഡ് ആയിട്ടുള്ള ആളുകൾ വേണം. അപ്പം അതിനൊക്കെ നിങ്ങൾക്കറിയല്ലോ, എത്രത്തോളം നമുക്ക് ക്വാളിറ്റി കൂടുന്നോ അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യും, എക്സ്പെൻസ് കൂടുതലാണ് എന്നുള്ളത്. യെസ്, മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ മലയാളമാണ്. അപ്പൊ ഇതിനൊരു ഫീ ആയിട്ടല്ല നിങ്ങൾ കാണേണ്ടത്, നിങ്ങൾ ഇതിനെ കാണേണ്ടത് ഒരു ലൈഫ് ടൈം ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടാണ്. ഓക്കെ, ഒരു ലൈഫ് ടൈം ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടാണ് നിങ്ങൾ ഇതിനെ കാണേണ്ടത്. കേവലം ഒരു ഫീ ആയിട്ടല്ല നിങ്ങൾ ഇതിനെ കാണേണ്ടത്, ഒരു ലൈഫ് ടൈം ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഇപ്പൊ നിങ്ങളിപ്പോ സെൽഫ് ഫിനാൻസിൽ പഠിപ്പിക്കാൻ പോവുകയാണെന്ന് നോക്കാം. ഇപ്പൊ ഒന്നാമത് നെറ്റ് ഇല്ലാത്ത ആളുകളെ
എടുക്കുമോ എന്നുള്ളത് തന്നെ സംശയമാണ്. കാരണം ഇനി അങ്ങോട്ട് നെറ്റുള്ള ആളുകൾ അത്രയും കൂടുതലുണ്ട്. ഇപ്പൊ ഐഫറിൽ തന്നെ 70ഓളം ആളുകൾ കൊമേഴ്സിൽ മാത്രം നെറ്റ് ഉണ്ട്. അപ്പോൾ പല സ്ഥലത്തും ഇന്റർവ്യൂവിന് പോയി കഴിഞ്ഞാൽ തന്നെ നെറ്റുള്ള ആളുകളായിരിക്കും എല്ലാ സ്ഥലത്തും ഉണ്ടാവുക. അപ്പം നമുക്ക് ഒരു ടീച്ചിങ് ആണ് നമ്മൾ ആഗ്രഹമെങ്കിൽ നെറ്റ് നമുക്ക് നിർബന്ധമാണ്. ഇനി പിന്നെ ഓൾറെഡി നിങ്ങൾ ടീച്ചിങ് ആണെങ്കിൽ നെറ്റ് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, സാലറി കൂടും, വലിയ വലിയ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിപ്പിക്കാൻ പറ്റും, അടിപൊളിയായിട്ടുള്ള പ്രൈവറ്റ് കോളേജിൽ നിന്നും മാറി സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലേക്ക് നിങ്ങൾക്ക് പഠിപ്പിക്കാൻ പറ്റും, സാലറി നിങ്ങൾക്ക് കൂടും, PhDക്ക് പോകാൻ പറ്റും. അപ്പം നമുക്കറിയാം ഏകദേശം പുതിയ റിവൈസ് ചെയ്തിട്ടുള്ള ഫെലോഷിപ്പ് എന്നുള്ളത് ഏകദേശം മാസം 40,000-ഓളം രൂപ ഓരോ മാസവും നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ആ പൈസ ഒക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പിന്നീട് നല്ലൊരു ഗവൺമെന്റ് കോളേജിൽ ലെക്ചർ ആയിട്ടൊക്കെ പോകാൻ പറ്റും. അപ്പം ഇതൊരു ലൈഫ് ടൈം ഇൻവെസ്റ്റ്മെന്റ് ആണ് എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. ഇതൊരു എക്സ്പെൻസ് ആയിട്ട് നമ്മൾ കാണാൻ പാടില്ല. ഓക്കെ, നമ്മുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കാൻ കാരണമാവുന്ന ഒരു നെറ്റ് എക്സാം, ഒരു നെറ്റ് ഹോൾഡർ അല്ലെങ്കിൽ JRF ഹോൾഡർ എന്നുള്ളതിലേക്കുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റണം. അതുപോലെ തന്നെ നമുക്ക് കംപ്ലീറ്റ് ടോപ്പിക് പഠിക്കാൻ പറ്റും. ഇപ്പം അക്കൗണ്ടിങ് ഒക്കെ ആണെങ്കിൽ ഡെബിറ്റ് ക്രെഡിറ്റ് മുതൽ നമ്മൾ പഠിപ്പിക്കും. ഓക്കെ, ഇപ്പോൾ നമുക്ക് PG ഒക്കെ പഠിച്ചപ്പോൾ നല്ലതുപോലെ പഠിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഒന്നുകൂടി നമുക്ക് ആ സബ്ജക്റ്റിൽ എക്സ്പെർട്ടൈസ് ആവാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾക്കറിയാം നമ്മുടെ ചുറ്റുമുള്ള നെറ്റ് കോച്ചിങ് സ്ഥാപനങ്ങളൊക്കെ എടുത്തു നോക്കി കഴിഞ്ഞാൽ അവരിൽ ഭൂരിഭാഗവും ഒരിക്കൽ ഐഫറിലെ സ്റ്റുഡന്റ് ആയിട്ടുള്ള ആളുകളായിരിക്കും. എല്ലാവരും എന്നുള്ളതല്ല, ഭൂരിഭാഗം ആളുകളും. സോ അത്രയും നിങ്ങൾക്ക് ഈ സബ്ജക്റ്റിൽ എക്സ്പെർട്ടൈസ് ആവാൻ പറ്റും എന്നുള്ളതാണ്. അപ്പം നമ്മൾ എന്തുകൊണ്ട് ഈ ഫീ വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ്, ഹൈലി ടാലന്റഡ് ആയിട്ടുള്ള മെന്റേഴ്സ്, അതുപോലെ നിങ്ങൾക്ക് ഒരു പിന്നെ എന്താ പറയാ, ഒരു ഡിസാറ്റിസ്ഫാക്ഷനും ഉണ്ടാവാത്ത രീതിയിൽ ഒരു സ്റ്റുഡന്റ് ജേണി ഒക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചതിനുള്ള ഒരു ചെലവാണിത് എന്നുള്ളതാണ് നമ്മൾ ഇതിന് മനസ്സിലാക്കേണ്ടത്. സോ ഇതൊരു ലൈഫ് ടൈം ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇത് കാണണം എന്നുള്ളതാണ്. ഇന്ന് നിങ്ങൾ ഈ പൈസ ചെലവാക്കുന്നത് ചിലപ്പോൾ നിങ്ങളുടെ സാലറി ഹൈക്കായിട്ടോ അല്ലെങ്കിൽ മറ്റായിട്ടോ നിങ്ങൾക്ക് 2-3 മാസം കൊണ്ട് നിങ്ങൾക്ക് അത് തിരിച്ചു പിടിക്കാൻ കഴിയുന്നതേ ഉള്ളൂ. അപ്പോൾ ആ രീതിയിൽ വേണം ഇതിനെ കാണാൻ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പറയാനുള്ളത്. ഇപ്പോൾ ഐഫറിലുള്ള റിസൾട്ട് നമ്മൾ പറഞ്ഞു, 70ഓളം നെറ്റും JRFും കൊമേഴ്സിൽ ഉണ്ടായത്, ടോട്ടൽ ഏകദേശം 500-ന്റെ അടുത്ത് 490ഓളം നെറ്റ് ടോട്ടൽ ഉണ്ടായിട്ടുള്ളത്, 46ഓളം JRF ഉണ്ടായിട്ടുള്ളത്. അപ്പം ഇത് ഈ പറഞ്ഞിട്ടുള്ള ഈ സിസ്റ്റം കൊണ്ടാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞു കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമ്മൾ പറഞ്ഞു, ഓരോ വിഷയം എങ്ങനെ ഐഫറിന്റെ സക്സസിന് കാരണമായിട്ടുള്ള റീസൺസ് എന്തൊക്കെയാണ് എന്നുള്ളത്, ഐഫറിന്റെ യുണീക്ക് സിസ്റ്റത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞു. സോ ഐഫറിന്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് റെഫർ ചെയ്ത് നോക്കാൻ, നമ്മുടെ ക്ലാസ്സിന്റെ ക്വാളിറ്റി കാണണമെങ്കിൽ നിങ്ങൾക്ക് ആപ്പ് കയറി കഴിഞ്ഞാൽ ഡെമോ ക്ലാസ്സുകൾ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, സോ അപ്പോൾ നിങ്ങൾ നെറ്റ് എക്സാമിന് പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നു, 2024 JRF നേടണം എന്ന് തന്നെ നിങ്ങൾ തീവ്രമായി തീരുമാനിക്കുന്നു, JRF നേടണം എന്നുള്ളത്, മിനിമം നെറ്റെങ്കിലും നേടണം എന്നുള്ളത്. അപ്പൊ നിങ്ങൾ നോക്കേണ്ടത് ഒരു കാര്യം, ഒരുപാട് സ്ഥലങ്ങളിൽ നെറ്റ് കോച്ചിങ് സെന്റേഴ്സ് ഉണ്ട്, അവിടെയൊക്കെ ഈ പറഞ്ഞിട്ടുള്ള കോഴ്സ് അവൈലബിൾ ആയിരിക്കും. ഇപ്പൊ നമ്മൾ നോക്കേണ്ടത്, ഇപ്പം പലരും ചിന്തിക്കുന്ന ഒരു കാര്യം, ഇത്തവണ വെറുതെ എഴുതി നോക്കാം, അല്ലെങ്കിൽ ഇത്തവണ ഈ ഒരു കോച്ചിങ് സെന്ററിൽ നമുക്ക് കുറഞ്ഞ ഫീ ഉള്ള കോച്ചിങ് സെന്ററിൽ നമുക്ക് പഠിച്ചു നോക്കാം, എന്നിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ ഐഫറിൽ ജോയിൻ ചെയ്യാം എന്നൊക്കെ തീരുമാനിക്കുന്ന ആളുകളുണ്ട്. ഇപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പൊ അടുത്തൊരു ടേമിൽ എന്ത് എന്നുള്ളത് നമുക്കറിയില്ല. ഇപ്പൊ അടുത്തൊരു ടേമിൽ സിലബസ് മാറുന്നത് എങ്ങനെയാണ് എന്നുള്ളത്, കൂടുതൽ ടഫ് ആകുമോ, നെഗറ്റീവ് മാർക്ക് വരുമോ, ഇപ്പം പഠിക്കുന്ന ടോപ്പിക്സ് ഒക്കെ മാറുമോ, അല്ലെങ്കിൽ എത്രത്തോളം പുതിയ ടോപ്പിക്സ് അഡീഷണൽ ആഡ് ചെയ്യും, അടുത്തൊരു ടേമിൽ എന്താണ് എന്നുള്ളത് നമുക്കറിയില്ല. നമ്മുടെ ഒരു അടുത്ത ടൈമിലെ ഫിനാൻഷ്യൽ കപ്പാസിറ്റി എത്രത്തോളം ആണ് എന്നുള്ളത്, നമുക്ക് എന്തൊക്കെ മാറ്റം ഉണ്ടാവും എന്നുള്ളതൊന്നും നമുക്കറിയില്ല. അപ്പോൾ നമ്മളങ്ങനെ അടുത്തൊരു ടൈമിലേക്ക് വെയിറ്റ് ചെയ്യല്ല ചെയ്യേണ്ടത്, അറ്റ് എ ടൈമിൽ വൺ ടൈം സീരിയസ് ആയി പഠിച്ചിട്ടുള്ള ഒരു വൺ ടൈം അറ്റംപ്റ്റിലൂടെ നമ്മൾ എന്ത് ചെയ്യണം, പാസ്സാവണം. ഇത് ഇത്തവണ ഒന്ന് വെറുതെ പഠിച്ചു നോക്കി, അടുത്ത തവണ കുറച്ച് ഫീ കുറവുള്ള സ്ഥലത്ത് പഠിച്ചു നോക്കി, എന്നിട്ടും കിട്ടിയിട്ടില്ലെങ്കിൽ ഐഫറിൽ ജോയിൻ ചെയ്യാം എന്നുള്ളതല്ല നമ്മൾ ടാർഗറ്റ് ആവേണ്ടത്. നമുക്ക് ആവശ്യം ടൈം വളരെ പ്രധാനമാണ്. നമുക്ക് 1 മാസമോ അല്ലെങ്കിൽ ഒരു വർഷമോ 1.5 വർഷമോ 12 മാസമോ ഒന്നും നെറ്റിന് വേണ്ടിയിട്ടോ JRFന് വേണ്ടിയിട്ടോ ചെലവഴിക്കാൻ നമുക്ക് ടൈമില്ല. നമ്മൾ വേണ്ടത് ഏറ്റവും നല്ല ക്ലാസ്സുകൾ തരുന്ന, ഏറ്റവും ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഏറ്റവും നല്ല റിസൾട്ട് തരുന്ന, ഏറ്റവും നല്ല ഹാപ്പി ലേണിംഗ് എക്കോസിസ്റ്റം പ്രൊവൈഡ് ചെയ്യുന്ന, ഏറ്റവും പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്ന ഒരു സ്ഥാപനത്തിൽ ജോയിൻ ചെയ്തിട്ട് ജസ്റ്റ് 5 or ഇനിയിപ്പോ 5-4 മാസമാണ്. ഇപ്പോൾ 5-4 മാസം കൊണ്ട് പഠിച്ചാൽ നെറ്റോ JRF കിട്ടും എന്ന് ഉറപ്പ് തരുന്ന സ്ഥാപനത്തിൽ ജോയിൻ ചെയ്തിട്ട്
ആ ഒരു ടൈമിൽ തന്നെ നെറ്റോ JRF അറ്റൻഡ് ചെയ്യാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, ഓൾറെഡി ഇപ്പം ജസ്റ്റ് PG പഠിക്കുന്ന ആളുകളുണ്ട്, അതുപോലെ തന്നെ PG മീറ്റിംഗ് കഴിയാനായി ലുബിന ചോദിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, സോ നമ്മൾ PG പഠിക്കുന്ന ആളുകളുണ്ട്, PG കഴിഞ്ഞിട്ടുള്ള ആളുകളുണ്ട്, ടീച്ചേഴ്സ് ഉണ്ട്, 10 കൊല്ലമായിട്ട് നെറ്റ് കിട്ടാത്ത ആളുകളുണ്ട്, 14 വർഷമായിട്ട് നെറ്റ് കിട്ടാത്ത ആളുകളുണ്ട്. അപ്പോൾ ഈ നെറ്റ് JRF എന്നുള്ളത് ഇത്ര വലിയ ടഫോ ഒരു പ്രശ്നമുള്ള കാര്യമോ അല്ല. നമ്മൾ ജോയിൻ ചെയ്യുന്ന സ്ഥലം മികച്ചതാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒരു 4 to 5 മന്ത് കൊണ്ട് നേടിയെടുക്കാൻ പറ്റുന്ന പിന്നെ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനങ്ങൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ നോക്കേണ്ടത് എത്രയും പെട്ടെന്ന് ഇത് ക്രാക്ക് ചെയ്യുക എന്നുള്ളതാണ്. അല്ലാതെ ഓരോ വർഷവും നെറ്റ് നേടണം എന്നുള്ള ആഗ്രഹിച്ച് നമ്മൾ സമയം ചെലവഴിക്കല്ല വേണ്ടത്. നമ്മൾ വേണ്ടത് അടുത്തത് നോക്കുക. 2024 ജൂണിൽ കൊമേഴ്സിൽ JRF നേടണം, 2024 ഡിസംബറോ 2025 ജൂണോ ആകുമ്പോഴേക്കും PhDക്ക് ജോയിൻ ചെയ്യണം. PhD 3 വർഷം കൊണ്ട് തീർത്തിട്ട്, അല്ലെങ്കിൽ 3.5-4 വർഷം കൊണ്ട് തീർത്തിട്ട് ഒരു PSC എഴുതണം, എന്നിട്ട് ഗവൺമെന്റ് ജോബ് കയറണം, അല്ലെങ്കിൽ PhD കഴിഞ്ഞിട്ട് ഒരു എയ്ഡഡ് സ്ഥാപനത്തിൽ കയറണം. ഈ രീതിയിൽ നമ്മൾ പ്ലാൻ ചെയ്യണം. അല്ലാതെ ഇത്തവണ നമ്മൾ സെൽഫ് ഫിനാൻസ് പ്രൈവറ്റ് കോളേജിൽ പഠിപ്പിക്കാം, നെറ്റ് കിട്ടുമോ നോക്കാം, അടുത്ത തവണ കുറച്ചുകൂടി ഒന്ന് പഠിച്ചു നോക്കാം, എന്നിട്ട് അതിന്റെ കൂടെ ഒരു പ്രൈവറ്റ് കോളേജിൽ പഠിപ്പിക്കാം, എന്നിട്ട് ചെറിയ 10,000 12,000 സാലറിക്ക് ഇങ്ങനെ വർക്ക് ചെയ്യാം എന്ന് നമ്മൾ ആഗ്രഹിച്ചിരുന്നാൽ അതാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോവുക. നമ്മൾ ചെയ്യേണ്ടത് അടുത്ത തവണ ജൂൺ ഈ ഒരു 4 മാസം നെറ്റിന് വേണ്ടി പഠിക്കുക. ഇങ്ങനെ 4 മാസം കൊണ്ട് നെറ്റ് കിട്ടുന്ന ഉറപ്പുള്ള ഹൈലി ക്വാളിറ്റി കോണ്ടന്റ്സ് കൊടുക്കുന്ന സ്ഥലത്ത് ജോയിൻ ചെയ്യുക, എന്നിട്ട് ജയിക്കുക എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ശ്രമിക്കേണ്ടത് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഇനി നമുക്ക് ഒരുപാട് ഓഫേഴ്സ് ഉണ്ട് കേട്ടോ. ഓക്കെ, നിങ്ങൾക്ക് അഡ്മിഷന് വേണ്ടിയിട്ട് താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്മുടെ അക്കാഡമിക് കൗൺസിലേഴ്സിന്റെ നമ്പറാണ്. സോ 93 39 100 300 എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അത് നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, 93 39 100 300 നിങ്ങളത് നോട്ട് ചെയ്ത് വെക്കുക. സോ നമുക്ക് ഒരുപാട് ഓഫർ ഉണ്ട് കേട്ടോ. അതിലൊന്ന് നമുക്ക് PG ഓഫർ ഉണ്ട്. PG ഓഫർ ഉണ്ട്, അത് 10% PG ഓഫർ. അതുപോലെ തന്നെ മദർ ഓഫർ ഉണ്ട്. 2 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളുടെ അമ്മമാരാണെങ്കിൽ ഐഫർ അവരെ പ്രത്യേകം പരിഗണിക്കുന്നുണ്ട്. അവർക്ക് 20% ഡിസ്കൗണ്ട് ഉണ്ട്. അതുപോലെ തന്നെ നെറ്റ് ഓഫർ ഉണ്ട്. നെറ്റ് ഓഫർ 10% അതിന് ഡിസ്കൗണ്ട് ഉണ്ട്. അതുപോലെ PhD ചെയ്യുന്ന ആളുകൾക്ക് PhD ഓഫർ ഉണ്ട്, 10% ഡിസ്കൗണ്ട് ഉണ്ട്. ഐഫറിൽ തന്നെ മുമ്പ് പഠിച്ചിട്ടുള്ള അലുമിനി ആണെങ്കിൽ അവർക്ക് 40% ഓഫർ ഉണ്ട്. ഈ തരത്തിൽ PG ഓഫർ, മദർ ഓഫർ, നെറ്റ് ഓഫർ, നെറ്റുള്ള ആളുകൾക്കുള്ള ഓഫർ, PhD ഓഫർ, അലുമിനി ഓഫർ, ഈ 5 ഓഫറാണ് ഇത്തവണ നമ്മൾ കൊടുക്കുന്നത്. അപ്പം എക്സാക്ട് ഫീ എത്രയാണ് എന്നുള്ളതും, നിങ്ങൾ ഈ ഏതെങ്കിലും ഓഫറിൽ പെടുന്ന ആളുകളാണെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള ഫീ എത്രയാണ് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ഈ പറഞ്ഞ 93 39 100 300 നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് അക്കാഡമിക് കൗൺസിലറോട് ചോദിക്കാം. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്ന് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യുന്നത്. സോ ഞാൻ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മൾ തീരുമാനിക്കേണ്ടത് കൊമേഴ്സിൽ നെറ്റ് എന്നുള്ളത് വളരെ സിമ്പിൾ ആണ്. ഓക്കെ, താരതമ്യേന നെറ്റ് കിട്ടുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് കൂടിയാണ് കൊമേഴ്സ് എന്നുള്ളത്. അപ്പം അതിൽ ഐഫറിന് ഏറ്റവും നല്ല കോൺഫിഡൻറ്റ് ഉണ്ട്. അതുകൊണ്ടാണ് ഇത്രയും വലിയൊരു നെറ്റും JRFും ഐഫറിൽ കൊമേഴ്സിൽ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പിന്നെ ഇത് ഒരുപാട് വർഷം എടുത്ത് നേടാനുള്ള കാര്യമൊന്നുമല്ല നെറ്റ് എന്നുള്ളത്. ജസ്റ്റ് നന്നായിട്ടൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഒരു 100 ദിവസം കൊണ്ട് നേടാവുന്നതേ ഉള്ളൂ ഈ നെറ്റ് JRF എന്നുള്ളത്. അപ്പോൾ അതിന് അത്രയും കോൺഫിഡന്റ് ആയിട്ടുള്ള ഒരു സ്ഥാപനമാണ് ഐഫർ എഡ്യൂക്കേഷൻ എന്നുള്ളത്. നിങ്ങൾ ജസ്റ്റ് നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. കഴിഞ്ഞ 2-3 ദിവസം റിസൾട്ടുമായി ബന്ധപ്പെട്ട് വന്ന വീഡിയോസ്, ഡിസ്കഷൻസ് ഒക്കെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് വിശ്വാസമാവും എന്നുള്ളതാണ്. അപ്പം വരും ദിവസങ്ങളിൽ കൂടുതൽ സ്റ്റുഡൻസിന്റെ പോസ്റ്റേഴ്സും ടെസ്റ്റിമോണിയൽസും ഒക്കെ നമ്മൾ ഔട്ട് ചെയ്യുന്നതായിരിക്കും. സോ ഐഫറിൽ ജോയിൻ ചെയ്യുക. കൊമേഴ്സിലെ നെറ്റ് JRF എന്നുള്ള ആഗ്രഹം 2024 ജൂണിൽ റിസൾട്ട് വരുന്നതോട് കൂടിയിട്ട് ആ ഒരു ആഗ്രഹം നമുക്ക് എല്ലാവർക്കും സഫലീകരിക്കാൻ സാധിക്കേണ്ടതുണ്ട്. അപ്പം അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നമ്മൾ നടത്തുക. അപ്പൊ എത്രയും പെട്ടെന്ന് തന്നെ, നേരത്തെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു നാളെ ജോയിൻ ചെയ്യാം, മറ്റന്നാൾ ജോയിൻ ചെയ്യാം, അടുത്ത ആഴ്ച ജോയിൻ ചെയ്യാം എന്നൊന്നും വിചാരിക്കാതെ നാളെ തന്നെ ജോയിൻ ചെയ്യുക. കഴിയുകയാണെങ്കിൽ ഇന്ന് തന്നെ കോൾ ചെയ്തിട്ട് ഡീറ്റെയിൽസ് ഒക്കെ വാങ്ങുക. അക്കാഡമിക് കൗൺസിലേഴ്സിന്റെ അടുത്തുനിന്ന് ഇപ്പോൾ തന്നെ കോൾ ചെയ്തിട്ട് ഡീറ്റെയിൽസ് ഒക്കെ വാങ്ങുക.
എന്നിട്ട് ഇന്നോ നാളെ തന്നെ ജോയിൻ ചെയ്യുക. 2024 ജൂണിൽ റിസൾട്ട് വരുമ്പോൾ നമ്മൾ JRF ഹോൾഡർ ആവുക എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുക, എയിം ചെയ്യുക. സോ ഈ വെബിനാറിൽ പങ്കെടുത്തിട്ടുള്ള എല്ലാവർക്കും എല്ലാവിധ താങ്ക്സും പറയുന്നു. സോ താങ്ക് യു.